ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് സ്പെക്ട്രോസ്കോപ്പിക്കകത്തുനിന്ന് പഠിക്കാനുള്ളതെന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, സോ ലാസ്റ്റ് ടൈം ആണ് എനിക്കറിയാം, ഞാൻ അത് വീണ്ടും പറയുന്നതിനകത്ത് വലിയ മീനിങ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അനലൈസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ 2024 നടന്ന ഈ ഒരു പർട്ടിക്കുലർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പെഷ്യൽ എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇത് എന്താണ് നമ്മുടെ നേച്ചർ ഓഫ് മോളിക്കുലർ അയോൺ പീക്ക് ഇൻ മാസ് സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാസ് സ്പെക്ട്രത്തിൽ നിന്ന് സാധാരണയായിട്ട് ചോദിക്കാം. ഒന്നെങ്കിൽ ഒരു മോളിക്കുലർ അയോൺ പീക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മാസ് സ്പെക്ട്രത്തിലെ നമ്മുടെ ഹാലൈഡ്സിന്റെ റേഷ്യോ ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. Okay, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ബ്രോമോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിന്റെ ആ ഒരു ഇന്റൻസിറ്റി റേഷ്യോ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ക്ലോറിനാണ് വരുന്നെങ്കിൽ അവിടുത്തെ ഇന്റൻസിറ്റി മോളിക്കുലർ അയൺ പാറ്റേണിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും വരാനായിട്ട് പോവുക. ദെൻ 2 ക്ലോറിൻ വരുന്ന സമയത്ത് 9:6:1 ആയിരിക്കും വരാനായിട്ട് പോവുക. 3 ക്ലോറിൻ വരുന്ന സമയത്ത് 27:27:9:1 ആണ് വരാനായിട്ട് പോവുക. ഇനി ഒരു ബ്രോമിനാണ്, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബ്രോമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി റേഷ്യോ വരാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു പാസ്കൽ ട്രയാങ്കിളിനനുസരിച്ചുള്ള ഇന്റൻസിറ്റി ആയിരിക്കും. ഒരെണ്ണം ആണെങ്കിൽ 1:1 ആയിരിക്കും വരാനായിട്ട് പോവുക. 2 ബ്രോമിൻ ഉണ്ടെങ്കിൽ 1:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും വരാനായിട്ട് പോവുക. 3 ബ്രോമിൻ ആണെന്നുണ്ടെങ്കിൽ 1:3:3:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും വരാനായിട്ട് പോവുക. ഈ ഒരു പർട്ടിക്കുലർ ടേബിളിൽ നിന്ന് 2 തവണ HSTക്ക് തന്നെ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബ്രോമിൻ വരുന്ന സമയത്ത് ഓർത്തിരിക്കുക 1:1 ആണ് അവിടുത്തെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. മോളിക്കുലർ അയോൺ പാറ്റേൺ വരുന്നത് 1:1 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ബ്രോമോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രോകാർബൺ ആണ് ചോദിച്ചിരുന്നത്. സോ 1:1 ആണ് അതിന്റെ റേഷ്യോ വരാനായിട്ട് പോവുക. സോ ദ ടു മോളിക്കുലർ പീക്ക് അയോൺ വിത്ത് ഇന്റൻസിറ്റി ഇൻ ദ റേഷ്യോ 1:1 ബി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. ഓക്കെ, സോ അത് മാസ് സ്പെക്ട്രത്തിൽ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആ ഒരു തവണ ആ ഒരു ക്വസ്റ്റൻ മാത്രം ആയിരുന്നു ചോദിച്ചെന്ന് തോന്നുന്നു. അല്ല, ഒരു ക്വസ്റ്റനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദ ഓർഡർ ഓഫ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഫോർ H1 NMR ഓഫ് ഒരു പർട്ടിക്കുലർ NMR വാല്യൂസിന്റെ ഓർഡർ ആണ് ചോദിച്ചിരുന്നത്. 2 ബ്രോമോ ബ്യൂട്ടൈൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മുടെ 2 ബ്രോമോ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ CH3 CH2 ആൻഡ് CH3. സോ ഇവർക്ക് പേരിട്ടിട്ടുണ്ട് EFGH എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ടുണ്ട്. ഇവരുടെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂവിന്റെ ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം അവിടെ അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടോൺ ആയിരിക്കും മാക്സിമം. ഇവിടെ H1 NMR ആണ് ചോദിച്ചിരിക്കുന്നത്, അതിനായിരിക്കും മാക്സിമം കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ വരാനായിട്ട് പോവുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ആ ഒരു ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടുത്തെ കേസിനകത്ത് മാക്സിമം ഓർഡർ വരാനായിട്ട് പോകുന്നത് G ആണ് ഓർഡർ വരാനായിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഏതാ നോക്കുക, മിനിമം ഏതാ നോക്കുക, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക. അല്ലാതെ എല്ലാം ഇങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊന്നും നിൽക്കരുത്. ഓക്കെ, ഇവിടെ മാക്സിമം വരാൻ പോകുന്നത് G ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഈ ഒരു പർട്ടിക്കുലർ കാർബണിലെ ഹൈഡ്രജൻ എന്താണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. സോ ഇതിന്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ആയിരിക്കും മാക്സിമം വരാനായിട്ട് പോകുന്നത് ബാക്കി ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ G ഏറ്റവും കൂടുതൽ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിയാൽ ഇവിടെ A എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, A ഓപ്ഷനും D ഓപ്ഷനും വരാൻ സാധ്യതയുള്ളൂ. ബാക്കി 2 ഓപ്ഷൻ നിങ്ങൾ വെറുതെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇനി അടുത്ത നിങ്ങൾ നോക്കുക, ഈ 2 ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. രണ്ടാമത് F ആണ് രണ്ടിടത്തും വരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല. A കഴിഞ്ഞ് കഴിഞ്ഞാൽ F ആണ് ഉറപ്പായിട്ടും വരാനായിട്ട് പോകുക. ഇനി ഒരു E ഉണ്ട്, H ഉണ്ട്. നോക്കുക, ഒരേ ഓപ്ഷനകത്ത് Eയും Hഉം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഒരു E എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടോൺ ആൻഡ് H എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്രോട്ടോൺ ഇവിടെയാണ് വരാനായിട്ട് പോകുക. നിങ്ങൾ പറയാ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരാനായിട്ട് ഒരു സാധ്യതയില്ല അല്ലെ. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് മീതെ CH3 ഗ്രൂപ്പാണ്. ഇത് ഒരു CH2 കഴിഞ്ഞ് വരുന്ന CH3 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഒരിക്കലും ഈക്വൽ ആകത്തില്ല. സോ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തതിന്റെ ആൻസറിലേക്ക് വരാനായിട്ട് പോകും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത ഏതാണ്, നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾ നോക്കുക. ആ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 3.5 to 4.5 ppm വരാനായിട്ട് പോവുക. ദെൻ CH2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1.3 to 2 ആണ് വരാനായിട്ട് പോവുക. ദെൻ CH3 അറ്റാച്ച്ഡ് വിത്ത് CHBr ആണെങ്കിൽ ഈ ഒരു വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കുകയൊന്നും വേണ്ട, റേഞ്ച് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ A എന്ന് വരാനായിട്ട്. ഓക്കെ, അപ്പൊ കെമിക്കൽ ഷിഫ്റ്റ് ഇതുപോലെ തന്നെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ
PSC എക്സാം ആണ്, HST എക്സാം ആണ്. സോ ഇവിടെ നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ നമ്മൾ നെറ്റിന് പഠിക്കുന്ന പോലെ, നെറ്റിന് ചെയ്യുന്ന പോലെ നമ്മൾ ഫുൾ കൺസെപ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കില്ല. നെറ്റിനാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുക. ബട്ട് കുറച്ചുകൂടെ നെറ്റിന്റെ ക്വസ്റ്റൻസ് കുറച്ചുകൂടെ കട്ടിയായിരിക്കും. സോ കുറെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അപ്പൊ മാക്സിമം തരുന്ന ആരാണ്, മിനിമം തരുന്ന ആരാന്ന് നോക്കുക, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക. ഇനി രണ്ട് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഓപ്ഷനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരിക എന്നുള്ളതാണ്. സോ നമുക്ക് ഇച്ചിരി കാര്യം അറിയത്തുള്ളെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് ഈ കാർബൺ അറ്റാച്ച്ഡ് ആണ്, ആ ഒരു പ്രോട്ടോൺ ആയിരിക്കും മാക്സിമം വരിക എന്നുള്ള ഒറ്റ പോയിന്റ് അറിയത്തുള്ളായിരിക്കും. ബട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്ക്. ഓക്കെ, സോ അത് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന മെത്തേഡുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് 23 കഴിഞ്ഞ തവണ HST എക്സാമിന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും എഴുതിയിട്ടുള്ള HST എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ഡയഗണൽ ആൻഡ് ഓഫ് ഡയഗണൽ പീക്സ് ഒബ്റ്റൈൻഡ് ഫ്രം H1 കോസി സ്പെക്ട്രൽ ഡേറ്റ ഓഫ് ക്ലോറോപ്രോപ്പൈൻ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഈ വർഷവും വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഈ വർഷവും എക്സ്പെക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഡയഗണൽ ഓഫ് ആൻഡ് ഡയഗണൽ ഓഫ് പീക്സ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ H1 കോസി ആ ഒരു പർട്ടിക്കുലർ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് തന്നെ വരുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് വൺ ക്ലോറോപ്രോപ്പൈൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വൺ ക്ലോറോപ്രോപ്പൈൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അതിനകത്ത് നമുക്കറിയാം ഒരു CH3 ഉണ്ട്, ദെൻ ഒരു CH2 ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നടുക്കായിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ടൊരു CH2Cl ആണ് വരാനായിട്ട് പോകുക. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഡയഗണൽ പീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡിസ്റ്റിന്റ് പ്രോട്ടോൺ എത്ര എന്നുള്ളതാണ്, എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ടെന്നുള്ളതാണ്. സോ CH3 CH2Cl ആണ്. സോ ഇതിനകത്ത് എത്ര ഡിസ്റ്റിന്റ് ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ടെന്നുള്ളതാണ്. സോ ഇത് ഡിസ്റ്റിന്റ് ആണ്, ഇത് ഡിസ്റ്റിന്റ് ആണ്, ഇതും ഡിസ്റ്റിന്റ് ആണ്. സോ നമ്പർ ഓഫ് ഡയഗണൽ പീക്സ് എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് വരാനായിട്ട്. ഓക്കെ, അപ്പൊ 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. 3 വരുന്ന ഈ പറയുന്ന പോലെ 3 ഓപ്ഷൻസ് ആണ് പിന്നെ ഉള്ളത്. പിന്നെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡയഗണൽ ഓഫ് സിഗ്നൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡയഗണൽ ഓഫ് ഡയഗണൽ സിഗ്നൽസ് ഓഫ് ഡയഗണൽ പീക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ തൊട്ടടുത്ത് അഡ്ജസന്റ് ആയിട്ട് എത്ര എൻവയോൺമെന്റിൽ കപ്ലിംഗ് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അഡ്ജസന്റ് പ്രോട്ടോൺ എൻവയോൺ കപ്ലിങ്ങിനെയാണ് ഓഫ് ഡയഗണൽ സിഗ്നൽ എന്ന് പറയുന്നത് കോസിക്കകത്ത്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആള് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും കപ്പിൾ ചെയ്യുന്നുണ്ട്. 2 പേരോട് ഇയാൾ റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ നമ്പർ ആണ് നിങ്ങളോട് ഓഫ് ഡയഗണൽ പീക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 ആണ് ആ ഒരു എന്താണ് നമ്പർ ഓഫ് ഡയഗണൽ പീക്സ് എന്ന് വരാനായിട്ട് പോവാം. സോ ആൻസർ വരുന്നത് A ആയിരിക്കും അതിന്റെ ആൻസർ വരാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഒരു സ്ട്രേറ്റ് ചെയിൻ മോളിക്കൂൾ ആണെന്നുണ്ടെങ്കിൽ ഡയഗണൽ പീക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കെമിക്കലി ഡിസ്റ്റന്റ് പ്രോട്ടോൺ എൻവയോൺമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓഫ് ഡയഗണൽ പീക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അഡ്ജസന്റ് പ്രോട്ടോൺ എൻവയോൺമെന്റ് കപ്ലിങ്ങിനെയാണ് സൂചിപ്പിക്കാനായിട്ട്. ഒരു കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് വേറൊരു മോളിക്കൂൾ വന്നാലും നിങ്ങൾക്ക് സിമ്പിളി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രേറ്റ് ചെയിൻ മോളിക്യൂൾസ് മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ നിങ്ങളുടെ എക്സാമിന്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഹോമോകോസി, ഹെട്രോകോസി കുറെ അധികം ഒത്തിരി അഡ്വാൻസ്ഡ് ടോപ്പിക് ആണ്. അപ്പൊ അതിനകത്തുനിന്ന് ആപ്ലിക്കേഷൻസ് എന്നാണ് നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒന്നും അതിനകത്തൊന്നും വരത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ്, സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വരാനായിട്ട്. ഓക്കെ, സോ അതാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് അതായിരുന്നു ചോദിച്ചിരുന്നത്. കഴിഞ്ഞ തവണത്തെ എക്സാമിന് ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മുടെ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിക്കകത്തൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് 2023 നടന്ന ഈ ഒരു എക്സാമിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിക്കകത്തൊന്നും ഈ ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. IR ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഈ പറയുന്ന പോലെ ഇൻഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഈ കോസി എന്നുള്ള സാധനം കാണുമ്പോൾ തന്നെ ഇത് ഇട്ടിട്ട് പോകും കുറെ പേര്. സോ അങ്ങനെയല്ല, നമ്മളെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ അത് ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 2018 ഇതിന് മുന്നേ നടന്ന എക്സാമിനകത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ഷീൽഡഡ് സോൺ ഓഫ് 18 ആനിലിൻ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അരോമാറ്റിക് സിസ്റ്റത്തിനകത്ത് മൊഡ്യൂൾ 3 നിങ്ങൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ മൊഡ്യൂൾ 4 നിങ്ങൾ പഠിക്കുന്നതാണ്. അവിടെ അരോമാറ്റിക് വരുന്ന സമയത്ത് ഇന്നർ പ്രോട്ടോൺസ് എങ്ങനെയാണ്, ഔട്ടർ പ്രോട്ടോൺസ് എങ്ങനെയാണ്, ആന്റി അരോമാറ്റിക് വരുന്ന സമയത്ത് ഇന്നർ പ്രോട്ടോൺസ് എങ്ങനെയാണ്, ഔട്ടർ പ്രോട്ടോൺസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ 18 ആനിലിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 18 ആനിലിൻ എന്ന് പറയുന്നത്. അപ്പൊ 18 ആനിലിനകത്ത് എത്ര ഇന്നർ പ്രോട്ടോൺസ് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇന്നർ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഹൈലി ഷീൽഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഔട്ടർ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഡി ഷീൽഡ് ആയിട്ടാണ് നിൽക്കാനായിട്ട് പോവാം. ഇന്നർ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. ഔട്ടർ പ്രോട്ടോൺസ് 12 എണ്ണമാണ്. അത് ഡി ഷീൽഡ് ആണ്. ഇവരുടെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, നെഗറ്റീവ് ഒക്കെ ആയിരിക്കും വരാനായിട്ട് പോകും. ഓക്കെ, ടോട്ടൽ 18 പ്രോട്ടോൺസ് ആണുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ അവരെ 18 ആനിലിൻ എന്ന് വിളിക്കാനായിട്ട്, അല്ലെ. സോ 18 ആനിലിൻ സിസ്റ്റത്തിനകത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാം. അപ്പൊ ഇന്നർ പ്രോട്ടോൺസ് 6 എണ്ണം, ഔട്ടർ പ്രോട്ടോൺസ് 12 എണ്ണം. ഇതിനകത്ത് ചോദിച്ച ചോദ്യം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ഷീൽഡഡ് സോൺ എത്ര എന്നാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ഷീൽഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നർ പ്രോട്ടോൺസ് ആണ്. ആൻസർ വരുന്നത് A ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്തത് ചോദിച്ചിരുന്നത്. CHന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ അസെറ്റിലിനകത്ത്
നോക്കുക അസറ്റിലിനകത്തെ CHന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് അറിയാം ഇത് 3300 തൊട്ട് 3400 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഈ ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവുക. ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവുക. ഡി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ അറിയാവോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് 2018 HST ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഡി ഓപ്ഷൻ ആയിരുന്നു അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് CH ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാല്യൂ വരുന്നത് 1850 ടു 2960 ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രെച്ചിങ്ങിന്റെ വാല്യൂ. ഇനി ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു CHന്റെ പർട്ടിക്കുലർ വാല്യൂ വരുന്നത് 3000 തൊട്ട് 3100. ഇപ്പം ട്രിപ്പിൾ ബോണ്ട് നമ്മൾ കണ്ടു 3300 ടു 3400 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് അവരുടെ വാല്യൂ വരാനായിട്ട് പോകും. നിങ്ങൾ IR-നകത്തുള്ള ആ ഒരു കോറിലേഷൻ ചാർട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ എന്താണ് 2018 ചോദിച്ചിരുന്ന രണ്ട് ചോദ്യങ്ങൾ. ഓക്കെ, ഇനിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു മാസ് സ്പെക്ട്രത്തെ ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാസ് സ്പെക്ട്രം ഓഫ് ആൻ ആൽക്കൈൽ ഹാലൈഡ് ഷോയ്ഡ് M and N+2 പീക്സ് ഇൻ ദ ഇന്റൻസിറ്റി 1:1. നോക്കുക, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും ആൻസർ പറയാമോ നിങ്ങൾക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാമോ? ഇത് 2018 നടന്നതാണ്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ 24 ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ ബ്രോമൈഡ് ആണ് അല്ലെ, ഒരു ബ്രോമൈഡ് വരുന്ന സമയത്താണ് സാധാരണയായിട്ട് 1:1 എന്നുള്ള റേഷ്യോ വരാനായിട്ട് പോവുക. ബി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവുക. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ 2018 ചോദിച്ച ഒരു കൺസെപ്റ്റ് ആണിത്. ഈ കൺസെപ്റ്റ് എന്നുള്ളതല്ല, ഈ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് 24-ലും സെയിം കൺസെപ്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ല, കൺസെപ്റ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മുമ്പേ കണ്ട ഈ ഒരു കോസിയുടെ ക്വസ്റ്റ്യൻ വേറൊരു മോളിക്കൂൾ വെച്ചിട്ട് വേണം ചോദിക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ എന്താ ഡയഗണൽ പീക്സ് മാത്രമായിട്ട് വേണം ചോദിക്കാം, ഓഫ് ഡയഗണൽ പീക്സ് മാത്രമായിട്ട് വേണം ചോദിക്കാം. സോ അങ്ങനെ ബ്രേക്ക് ചെയ്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ആയിട്ടേ ചോദിക്കത്തുള്ളൂ. നമ്മൾ ഈ കോസിയൊക്കെ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പോകുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 18 ആലുവിനാണ് ചോദിച്ചത്. ഇതിന് പകരം ഒരു ആന്റി അരോമാറ്റിക് സിസ്റ്റം വേണേ തന്നിട്ട് അതിന്റെ നമ്പർ ഓഫ് ഈ ഡി ഷീൽഡഡ് പ്രോട്ടോൺ ചോദിക്കാം, ഷീൽഡഡ് പ്രോട്ടോൺ ചോദിക്കാം. കുറെ ആനുലിൻ സിസ്റ്റം പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 18-20 വരെയോളം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതിനകത്ത് കുറച്ചുപേര് അരോമാറ്റിക് ആണ്, കുറച്ചുപേര് ആന്റി അരോമാറ്റിക് ആണ്. അപ്പൊ ആന്റി അരോമാറ്റിക്കും അരോമാറ്റിക്കും വരുന്ന സമയത്ത് ഷീൽഡും ഡി ഷീൽഡും നിങ്ങൾക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലെ. ഇന്നർ പ്രോട്ടോൺസ് അരോമാറ്റിക്കിന്റെ കേസിൽ എന്താണ് ഷീൽഡഡ് ആയിരിക്കും. ദെൻ ഔട്ടർ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഡി ഷീൽഡഡ് ആയിരിക്കും. ഇനി ആന്റി അരോമാറ്റിക് വരുന്ന സമയത്ത് ഇന്നർ പ്രോട്ടോൺസ് ഡി ഷീൽഡ് ആയിരിക്കും, ഔട്ടർ പ്രോട്ടോൺസ് ഷീൽഡ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വേറെ മോളിക്യൂൾസും വേണമെങ്കിൽ ചോദിക്കാം. ഈ ഒരു കൺസെപ്റ്റ് ചോദിച്ചുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ അതായിരുന്നു മാസിന്ന് ചോദിച്ചിരുന്ന ചോദ്യം. ഞാൻ ഓൾറെഡി ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് മുമ്പേ കാണിച്ചതാണ്. ഓക്കെ, സോ ഇവിടെ റേഷ്യോസ് ഓർത്തിരിക്കുക. ബ്രോമിൻ വരുന്ന സമയത്ത് 1:1, രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഡൈബ്രോമോ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 1:2:1, മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ 1:3:3:1 എന്നാണ് വരാനായിട്ട് പോയത്. ഒരു പാസ്കൽ ട്രയാങ്കിളിന്റെ ഇന്റൻസിറ്റി ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യാനായിട്ട് പോകുക. ക്ലോറിന് ഇതുപോലെ തന്നെ ചോദിക്കാം. ബ്രോമിനാണ് 2 തവണയും ചോദിച്ചത്. ചിലപ്പോൾ അടുത്ത തവണ ക്ലോറിനായിരിക്കാൻ ചോദിക്കാനായിട്ട് പോവാം. ചിലപ്പം അടുത്ത തവണ 2 ബ്രോമിൻ വേണേൽ ചോദിക്കാം. സോ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോട് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ച ഒരു ചോദ്യം 2018 തന്നെ പിന്നെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീക്സ് എക്സ്പെക്ടഡ് ഇൻ ദ പ്രോട്ടോൺ ഡീകപ്പിൾഡ് CNR ഓഫ് ടൊളുവിൻ. ഓക്കെ, ടൊളുവിനകത്തുള്ള നമ്പർ ഓഫ് സിഗ്നൽസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, ടൊളുവിനകത്തുള്ള നമ്പർ ഓഫ് പീക്സ് എക്സ്പെക്ടഡ് ഇൻ ദ പ്രോട്ടോൺ ഡീകപ്പിൾഡ് CNMR, അതായത് C13 NMR സിഗ്നൽ ആണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ എത്ര സിഗ്നൽ വരുമെന്ന് പറയാമോ? ഇവിടെ എത്ര സിഗ്നൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാർബൺ എത്ര സിഗ്നൽ വരുമെന്ന് പറയാമോ? C13 സിഗ്നൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. C13 NMR സിഗ്നൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരുമെന്ന് പറയാമോ? സി അല്ലെ, സി ആയിരിക്കും വരാനായിട്ട് അല്ലെ. നോക്കിയാൽ സി ആയിരിക്കും വരാനുണ്ടോ? കാരണം ഇത് ഞാൻ അതിന്റെ കളർ ഒന്ന് മാറ്റാം. ഓക്കെ, സോറി. സോ ഇതാണ് ഒരു കാർബൺ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിഗ്നൽ, ഇത് നമ്മുടെ രണ്ടാമത്തെ സിഗ്നൽ, ഇത് മൂന്നാമത്തെ. ഇത് രണ്ടും സെയിം ആയിട്ടാണ് വരാനായിട്ട് പോവുക. 2 കാർബണും സെയിം ആണ്, ഈ 2 കാർബണും സെയിം ആണ്. നാലാമത്തെ സിഗ്നൽ, ഇത് അഞ്ചാമത്തെ സിഗ്നൽ. മൊത്തം നമുക്ക് 5 സിഗ്നലാണ്. ഇവിടുത്തെ കേസിൽ 5 സിഗ്നലാണ് കിട്ടാനായിട്ട് പോവുക. സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. ഓക്കെ, സോ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇത്. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ഇപ്സോ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇപ്സോ, അതുപോലെ തന്നെ C2 C6 ഓർത്തോ, C5 മെറ്റ, ദെൻ പാര, ദെൻ CH3. അങ്ങനെയാണ് നമുക്ക് മൊത്തം ഈ പറയുന്ന 5 സിഗ്നൽസ് ആണ് ഇവിടെ കിട്ടാനായിട്ട്. 5 സിഗ്നൽസ് ആണ് ഇവിടെ കിട്ടാനായിട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ?
ചോദിക്കാനായിട്ട് പോവാം. വളരെ സിമ്പിൾ ആണ്. കുറച്ച് കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു 2018 5ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 4-5 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ 23 നമുക്ക് ഒറ്റ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഏറ്റവും ലേറ്റസ്റ്റിനകത്ത് 24-നകത്ത് നമുക്ക് 3 ചോദ്യം ഉണ്ടായിരുന്നു. അതിന് മുന്നേ 23 ഒറ്റ ചോദ്യം ഉള്ളായിരുന്നു. 18 4-5 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് മിനിമം ഇതിനകത്ത് നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 to 4 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഒത്തിരി കാര്യമൊന്നുമില്ല. ഒന്നുകിൽ അത് IR-നെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് പ്രോട്ടോൺ NMR-നെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് C13 NMR-നെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് മാസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. മാസിനകത്തൊന്നും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇതിനകത്ത് ചോദിച്ച് കണ്ടില്ല. നമ്മൾ ആ ഒരു ബ്രോമൈഡ് ആൽക്കൈൽ ഹാലൈഡിന്റെ ഒരു ഇന്റൻസിറ്റി റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും റിവിഷൻ ചെയ്യേണ്ടതും ഈ പറയുന്ന ആൾക്കാരെയാണ്. ഈ പറയുന്ന ആൾക്കാരെ നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞത്, ബട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫോളോ ചെയ്യുന്നില്ലേ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓഫ് സിഗ്നൽസ് ഒരു പീക്ക് എക്സ്ട്രാ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ കുറച്ച് തിയറി എല്ലാത്തിനകത്തുനിന്നും, IR-നകത്തുനിന്നും, UV-ക്കകത്തുനിന്നും, പ്രോട്ടോണിനകത്തുനിന്നും, കാർബണിനകത്തുനിന്നും കുറച്ച് തിയറി, കുറച്ച് പോയിന്റ്സ് മാത്രം പറയുവാണ്. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനകത്ത് ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസോടെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എന്താണ് ഒരു 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 കുറച്ചു നേരം ഒന്ന് ആ ഒരു തിയറി കേട്ടിരിക്കാം. നിങ്ങൾ പഠിക്കാത്ത ചില കാര്യങ്ങൾ കാണും, പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കാണും, ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ആദ്യം IR നോക്കാം. IR-നകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ്. IR-നകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടുത്തെ കോറിലേഷൻ ചാർട്ട് ആണ്. ഇവിടുത്തെ കോറിലേഷൻ ചാർട്ട് നിങ്ങൾ പഠിക്കണം. കോറിലേഷൻ ചാർട്ടിനകത്തുനിന്ന് ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ചാർട്ടിനകത്ത് വാല്യൂസ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ C/BBB ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചിങ് എത്രയാണ് വരുന്നത്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3300 to 3400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടു. ഇനി അതുപോലെ C/BBB ഈ ഒരു പർട്ടിക്കുലർ ഹൈഡ്രജന്റെ ആ സ്ട്രെച്ചിങ് വാല്യൂ വരാനായിട്ട് പോകുന്നത് 3100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടു. ദെൻ sp3 ആണെന്നുണ്ടെങ്കിൽ ഇത് sp2 ആണ്, ഇത് SP ആണ്. sp3 കാർബണിലുള്ള ഹൈഡ്രജന്റെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് 3000 ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് വരാനായിട്ട് പോവാം. ഓക്കെ, സോ ഈ ഒരു 3 വാല്യൂസിനകത്ത് ഓൾറെഡി SP-യുടെ വാല്യൂ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. സോ അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 3 വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കാർബൺ സിംഗിൾ ബോണ്ട് വരുന്ന സമയത്ത് 1100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരാനായിട്ട് പോവാം. ഇതിന് സിമിലർ ആയിട്ട് വേറൊരു സ്ട്രെച്ചിങ് ഉണ്ട്. OC ഈതർ ലിങ്കേജ് വരുന്ന കേസിൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ 1100 സെന്റിമീറ്റർ ഇൻവേഴ്സ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ദെൻ C/BBB യുടെ വാല്യൂ വരാനായിട്ട് പോകുന്നത് 1650 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. C/BBB യുടെ വാല്യൂ വരാനായിട്ട് പോകുന്നത് 2150 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഓക്കെ, സോ C/BBB എന്നും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്, 2250 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ HST പാറ്റേണിനകത്ത് ഇതിന്റെ വാല്യൂസ് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂസ് ഞാൻ ഡയറക്ട്ലി നിങ്ങളോട് പഠിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, സോ അത് കുറച്ച് കാര്യങ്ങളോടുണ്ട്, കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. ദെൻ RN3 ഇമ്പോർട്ടന്റ് ആണ്. RN3 2150 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ വാല്യൂ വരാനായിട്ട് പോവാം. ദെൻ RNC/BBB ഇതിന്റെ വാല്യൂ വരാനായിട്ട് പോവാം. ഓക്കെ, സോ ഇത് വേണ്ട, ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ RN3 ഇതുവരെയുള്ള വാല്യൂസ് ജസ്റ്റ് ഇതെല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്ന വാല്യൂസ് ആണ്, നമുക്ക് മാറിപ്പോകുന്ന വാല്യൂസ് ആണ്. സോ അത് ഈ ഒരു 3 വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ കാർബണൈലിന്റെ സ്ട്രെച്ചിങ് ആണ്. C/BBBയുടെ സ്ട്രെച്ചിങ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഐഡന്റിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആൽഡിഹൈഡ് അതുപോലെ കീറ്റോൺ ആസിഡ്, ആസിഡ് 1700 to 1725 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഇവരുടെ വാല്യൂ വരാനായിട്ട് പോവാ. ദെൻ എസ്റ്ററിന്റെ വാല്യൂ നോക്കാം. എസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1735 തൊട്ട് 1750 സെന്റിമീറ്റർ, ഈ ഒരു റേഞ്ച് വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ ചോദിക്കും. 1735 to 1750 എസ്റ്റർ ആണ് വരാനായിട്ട് പോവാ.
ദെൻ അടുത്ത ആള് അമൈഡ് ആണ്. ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ വാല്യൂ അമൈഡിനാണ് അല്ലെ, 1650 തൊട്ട് 1680 സെന്റിമീറ്റർ ആണ് ഇയാളുടെ വാല്യൂ വരാനായിട്ട് പോവുക. ദെൻ ആസിഡ് ക്ലോറൈഡ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് ആസിഡ് ക്ലോറൈഡിനാണ്. ആസിഡ് ക്ലോറൈഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1800 ആണ് അല്ലെ, 1800 ആണ് വരാനായിട്ട് പോവുക. ദെൻ അൺഹൈഡ്രേറ്റ് ഉണ്ട്. അൺഹൈഡ്രേറ്റ് രണ്ട് പീക്ക് കിട്ടും. അൺഹൈഡ്രേറ്റിന്റെ കേസിൽ 1760 കിട്ടും, 1810 കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു കാർബണൈലിന്റെ കേസിലുള്ള വാല്യൂസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ഡയറക്ട്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയാണ്. സെറ്റ് എക്സാമിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ്റ്റർ കുറെ തവണ സെറ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പർട്ടിക്കുലർ റേഞ്ച് വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണെന്നുള്ള രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഓർഡർ ഇവരെ അറേഞ്ച് ചെയ്യാനായിട്ട് കുറെ ഒരു ആൽഡിഹൈഡും കീറ്റോണും എസ്റ്ററും അമൈഡും ആസിഡ് ക്ലോറൈഡും ഒക്കെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ട് നിങ്ങളുടെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാനായിട്ട്, ഇവരുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കണം. ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. നമ്മുടെ കാർബണൈലിനകത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഓക്കെ, സോ ഞാൻ അതിനെ G എന്ന് കൊടുക്കുവാണ്. ഈ G എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ എന്ത് സംഭവിക്കും? സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് CO എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് വരുന്നെങ്കിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയാനായിട്ടാണ്. ഓക്കെ, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അതായത് പ്ലസ് സം എഫക്ട് ഉള്ള ഗ്രൂപ്പുകളൊക്കെ വരികയാണെങ്കിൽ -M -I ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് കൂടാനായിട്ടാണ് പോവുക. പ്ലസ് സം ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഗ്രൂപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയാനായിട്ടാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ OH എന്ന് പറയുന്നത്. OH ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്. OH OHന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള OH ആണെന്നുണ്ടെങ്കിൽ 3600 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് അയാളുടെ വാല്യൂ വരാനായിട്ട് പോവുക. ഓക്കെ, ഈ ഒരു കേസിനകത്ത് നോ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നിങ്ങൾ ഓർത്തിരിക്കണം. ഫ്രീ OH ആയിട്ടാണ് വരാനായിട്ട് പോവുക. നോ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂലാണ് വരാനായിട്ട് പോവുക. ഇനി ഹൈഡ്രജൻ ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് പോസിബിൾ ആണ്. ഒന്ന് ഇൻട്രാമോളിക്കുലാറും പോസിബിൾ ആണ്, ഇന്റർമോളിക്കുലാറും പോസിബിൾ. ഇന്റർമോളിക്കുലാറും പോസിബിൾ ആണ്. 3200 ആണ്. 3200 to 3300 ആണ് ഈ ഒരു ഇൻട്രാമോളിക്കുലാറിന്റെ കേസിൽ വരാനായിട്ട് പോകും. ഇത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ വാല്യൂ വരാനായിട്ട് പോകുക. ഇന്റർമോളിക്കുലർ ആണെങ്കിൽ 3300 to 3400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ വാല്യൂ വരാനായിട്ട് പോകുക. റെഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എന്താണ് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി പാവിയാണ് ഇതിന്റെ റെഫറൻസ് ആയിട്ട് വരാനായിട്ട് പോകും. പാവിയാണ് ഇതിന്റെ റെഫറൻസ്. നെക്സ്റ്റ് നമ്മുടെ NHന്റെ സ്ട്രെച്ചിങ് ആണ്. NHന്റെയും സ്ട്രെച്ചിങ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സയന്റിഫിക് ഓഫീസർ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി അമീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 പീക്ക് ആയിരിക്കും കിട്ടുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐഡന്റിഫിക്കേഷൻ. പ്രൈമറി NH, സെക്കൻഡ് അമീനെ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. 2 പീക്സ് ആയിരിക്കും ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കിട്ടുക. ഷാർപ്പായിട്ടുള്ള 2 പീക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനായിട്ട് പോവുക. ഇനി സെക്കൻഡറി അമീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീക്ക് മാത്രമാണ് കിട്ടാനായിട്ട് പോകുക. നിങ്ങൾക്ക് ഒരു പീക്ക് മാത്രമായിരിക്കും ഇവിടെ കിട്ടുക. 3100 to 3500 റേഞ്ച് വരെ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ വേണം കിട്ടാം. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, സിംഗിൾ പീക്ക് ആണ് അല്ലെ, സിംഗിൾ പീക്ക് ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ പീക്ക് ആണ്, അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ കോറിലേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോറിലേഷൻ ചാർട്ടിനകത്ത് ഞാൻ തന്നിരിക്കുന്ന ആ ഒരു വാല്യൂസ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി പാവിയ പോയിട്ട് നോക്കിയാൽ മതി. അതിന്റെ പാവിയുടെ ആ ഒരു പുറന്താളുണ്ടല്ലോ, ആ പുറന്താളിന്റെ ആദ്യം തുറക്കുന്ന പേജിൽ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങളെല്ലാവരും പാവിയുടെ ആ ഒരു ബുക്ക് ഉണ്ടാവും. അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. സോ പൊതുവെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക, ഇങ്ങനെ വളച്ചൊന്നും ചോദിക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഇല്ല. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളോട് ഈ ഒരു രീതിയിലൊക്കെ വേണേൽ ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് സെറ്റിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ആൽഡിഹൈഡ് തന്നിരിക്കുന്നു, ബെൻസാൽഡിഹൈഡ് ആണ്. ഈ ബെൻസാളിലേക്ക് ഞാൻ ഒരു OMe ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഞാൻ ഒരു NO2 ഗ്രൂപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെ ഞാൻ A എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ B എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ C എന്ന് വിളിച്ചു. ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് സിഒയുടെ ഓർഡർ ആണ് ചോദിക്കുന്നത്. പറയാമോ? ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് സിഒയുടെ ഓർഡർ എന്ന് പറയാമോ? സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് സിഒയുടെ ഓർഡറിൽ ഇയാളെ ഒന്ന് അറേഞ്ച് ചെയ്യാമോ?
CAB അല്ലെ, ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോകുന്നത് നമ്മുടെ സിക്കാണ്. കാരണം എന്താണ്, ഇവിടെ NO2 ഗ്രൂപ്പ് ആണ് അല്ലെ. NO2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. അതുകൊണ്ട് C ആയിരിക്കും ആദ്യം വരാനായിട്ട് പോവുക. ഇതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് ഇയാൾ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് CO എന്ന് പറയുന്നത് കുറയാനായിട്ടാണ് പോവുക. സോ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ A ആയിരിക്കും കൂടുതൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉണ്ടാവുക, ഏറ്റവും കുറവ് Bക്ക് ആയിരിക്കും വരാനായിട്ട്. ഇതാണ് അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഓർഡർ എന്ന് പറയാനായിട്ട്. ഇനി നോർമലി ഒരു കീറ്റോണും ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണും ആണെങ്കിലോ, ഇങ്ങനെയാണെങ്കിലോ, ഒരു കീറ്റോണിൽ ഒരു CO ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ ബീറ്റ, ഇതിനെ ഞാൻ A എന്ന് വിളിക്കുകയാണ്, ഇതിനെ ഞാൻ B എന്ന് വിളിക്കുകയാണ്. ഈ ഒരു കേസിലാണെങ്കിലോ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും വരാനായിട്ട് പോകും, പറയാമോ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണും അതുപോലെ നോർമലി ഒരു കീറ്റോണും ഏതായിരിക്കും വരാനായിട്ട് പോവാം? നിങ്ങൾക്കറിയാം ഏതാണ്? എയ്ക്ക് ആയിരിക്കും കൂടുതൽ വരാനായിട്ട് പോകുക ദാൻ ബി. കാരണം എന്താണ്, ഈ ഒരു കോഞ്ചുഗേഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടറിന്റെ അവിടുത്തെ ഒരു ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനത്തെ കോഞ്ചുഗേഷൻ ഒന്നും ഇല്ല. ഇവിടുത്തെ കേസിൽ സിയോടെ ബോണ്ട് ഓർഡർ വരുന്നത് 2 ആണ്. പക്ഷെ ഇവിടെ എന്താണ്, അതൊരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ മാത്രമാണ് കാണിക്കുന്നത്. സോ ഈ രീതിയിൽ കോഞ്ചുഗേഷൻ വരുന്ന കേസിൽ സിയോടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് E. ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് സിയോടെ ഓർഡർ എന്ന് പറയാം. സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് സിയോടെ കുറേയധികം കോമ്പൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിന്റെ ജനറൽ ഫോം എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. C ആണോ ഹയസ്റ്റ്? നോക്കിയേ, C ആണോ ഹയസ്റ്റ്? A ആണോ ഹയസ്റ്റ്? ഓക്കെ, അൺഹൈഡ്രേറ്റ് അല്ലേ? മുമ്പ് ഇതിന്റെ വാല്യൂ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നോക്കിയേ, ഞാൻ എന്റെ വാല്യൂ മുമ്പേ പറഞ്ഞായിരുന്നു. ആർക്കാ ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോകും? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോകുന്നത്, ഈ ഒരു കേസിനകത്ത് ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോകുന്നത് ബിക്ക് ആയിരിക്കും, ദെൻ എക്ക് ആയിരിക്കും, ദെൻ C, ദെൻ D, ദെൻ E. ഇതാണ് അതിന്റെ ഓർഡർ വരുന്നത്. ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോവുക. അതിനുശേഷം ഇയാൾക്കായിരിക്കും വരാനായിട്ട് പോവുക. ദെൻ അൺഹൈഡ്രേറ്റ് ആയിരിക്കും വരാനായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് എസ്റ്റർ ആയിരിക്കും വരാനായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമൈഡ്. ഏറ്റവും കുറവ് അമൈഡിനായിരിക്കും. ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഒരു അസൈൽ ഗ്രൂപ്പിനായിരിക്കും. അസൈൽ ഹാലൈഡിനാണ്. അതിനകത്ത് ഏറ്റവും ഫ്ലൂറിനാണ് ഏറ്റവും ഗ്രൂപ്പ് വരാനായിട്ട്. കാരണം മാക്സിമം -A എഫക്ട് കാണിക്കുന്ന അയാളാണ്. സോ മാക്സിമം വാല്യൂ വരുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും വരാനായിട്ട്. സോ BACDE എന്നാണ് അതിന്റെ ഓർഡർ വരാനായിട്ട്. BACED എന്നാണ് അതിന്റെ ഓർഡർ വരാനായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് നമ്മുടെ കേസിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്കൊരു ഒരു സ്പെഷ്യൽ എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഓക്കെ, എന്ന് പറയുന്നത് ഇത് A എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്, ഇത് B എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്, ഇത് C എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്. ഇതിനകത്ത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് CO പറയാം, ഓർഡർ പറയാം.
എ ബി സി, എ ബി സി ആണോ? എ ബി സി ആണോ? ആർക്ക് എ ബി സി ആണോ? ബി എ സി, ബി എസ് സി, ബി എസ് സി, ബി എസ് സിക്കാരുണ്ട്. ഓക്കെ, നോക്കിയേ, ഈ ഒരു കേസിനകത്ത് നമ്മളിതാ ഈ ഒരു പർട്ടിക്കുലർ കാർബണിലാണ് നമ്മളോട് വാല്യൂ ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു കേസിനകത്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സാധനം ഡബിൾ ബോണ്ട് ക്യാരക്ടറിലേക്ക് പോകാതെ അത് നോക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം. ഓക്കെ, മാക്സിമം അതിന്റെ ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ അതിന്റെ മാക്സിമം സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആയിരിക്കും അയാൾ കാണിക്കാനായിട്ട് പോവാം. ഓക്കെ, സോ ഇത് കോൺജുഗേഷനിലേക്ക് വരുന്ന സമയത്താണ് ഇതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിനകത്ത് നമുക്ക് ഓക്സിജനകത്തു നിന്നുള്ള ആ ഒരു പർട്ടിക്കുലർ കോൺജുഗേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് അതിന്റെ ലോൺ പെയറിന്റെ 100% ഈ പറയുന്ന ബോർഡിലേക്കാണ് കൊടുക്കാനായിട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്തായാലും ഈ പറഞ്ഞ ഈ ഒരു ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ആണ്. ഇതിന്റെ ഈ ഒരു ഓക്സിജനിലെ ലോൺ പെയറിന്റെ 100% ഇയാൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഇനി രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കുക, ഈ ഒരു ഓക്സിജനകത്ത് ഈ ഓക്സിജന് ഇങ്ങോട്ടും ലോൺ പെയറിനെ കൊടുക്കാം, ഈ ഒരു രീതിയിൽ ഇങ്ങോട്ടും കോൺജുഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഒരു 50% അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പോസിബിലിറ്റി ആണ് അവിടെ ഉണ്ടാകാനായിട്ട് പോവുക. ഓക്കെ, സോ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോണിനെ കൊടുക്കാൻ പോകുന്നത് ബിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡബിൾ പാർഷ്യൽ ക്യാരക്ടർ ഈ പറയുന്ന ആൾക്ക് വരാനായിട്ട് പോകുന്നത് ഒരു സിംഗിൾ ബോണ്ട് ക്യാരക്ടറിലേക്ക് പോകുന്നു. പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഓർഡർ ബിക്കാണ് വരാനായിട്ട്. ഓക്കെ, സോ ഇനി ഈ ഒരു കേസിനകത്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു കേസിനകത്ത് ഓക്സിജൻ അതിന്റെ 100% ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ കോൺജുഗേഷൻ ഒന്നും ഇല്ല. ഈ ഡബിൾ ബോണ്ടും അതിന്റെ 100% ഇവിടെ കൊടുക്കാനായിട്ട് പോകും. അപ്പൊ ഏറ്റവും ബോണ്ട് ഓർഡർ സിംഗിൾ ബോണ്ട് ആയിട്ട് വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് സിക്കാണ്. കാരണം ഈ രണ്ടുപേരും 100% വെച്ച് അവിടെ കൊടുക്കാനായിട്ട് പോകും. അപ്പൊ മാക്സിമം ഇയാൾ പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറാനുള്ള സാധ്യത. ഇനി ഒരു 50% കൊടുക്കുന്നു, ഒരു 100% കൊടുക്കുന്നു. അപ്പൊ ഏറ്റവും മാക്സിമം സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ബിക്കാണ്, അത് കഴിഞ്ഞിട്ട് എക്കാണ്, അത് കഴിഞ്ഞിട്ട് സിക്കാണ് വരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് സിക്കാണ് വരാനായിട്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇലക്ട്രോൺ ഡെൻസിറ്റി, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ 5 സ്റ്റാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ബി എ സി എന്നാണ് അതിന്റെ ഓർഡർ വരാനായിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്? സെറ്റിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളോട് അത് കാണാതെ പഠിക്കാനായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ബട്ട് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സയന്റിഫിക് ഓഫീസിന്റെ ക്വസ്റ്റ്യൻ എക്സാമിൽ ഇതിന്റെ റിംഗ് സൈസ് എഫക്ട് വെച്ചിട്ട് ഇതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് സിസ്റ്റംസ്, കുറച്ച് കാർബണിൽ റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് വാല്യൂസ് ഡയറക്ട്ലി ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല എന്ത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ചോദിക്കുന്നത് എന്നുള്ള അതിന്റെ ലോജിക്ക് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ ഇത് ഓർത്തിരിക്കണം, ഇതിന്റെ വാല്യൂസ് ഓർത്തിരിക്കണം. ഒരു തവണ 5 മെമ്പേർഡും 6 മെമ്പേർഡും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 6 മെമ്പേർഡിനകത്ത് ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1715 സെന്റിമീറ്റർ ആണ്. ഇനി അത് 5 മെമ്പേർഡിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1745 സെന്റിമീറ്റർ ആണ് വരാനായിട്ട് പോവാ. ഇനി ഒരു 4 മെമ്പേർഡിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1880 വരാനായിട്ട് പോവാ. ദെൻ ഒരു എന്താണ് നമ്മുടെ 3 മെമ്പേർഡ് റിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് അതിന്റെ വാല്യൂ വരാനായിട്ട് പോവാം 1815 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ സൈക്ലിക് സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന പോലെ റിംഗ് സൈസ് ഏറ്റവും കുറഞ്ഞ ആൾക്കാണ് മാക്സിമം അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരാനായിട്ട് പോവാം. ഓക്കെ, സോ ഇതിനകത്ത് ഈ രണ്ട് പേരുടെ വാല്യൂ ഡയറക്ട്ലി ഇതിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞിട്ട് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. 6 മെമ്പേർഡ് റിംഗിന്റെ കേസിലും 5 മെമ്പേർഡ് റിംഗിന്റെ കേസിലും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇവിടുത്തെ കേസിൽ എക്സ് ക്യാരക്ടർ, പേഴ്സന്റെ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ബോണ്ട് സ്ട്രെങ്തിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് വരാനായിട്ട് പോവുക. സോ റീസൺ അല്ല ചോദിച്ചിട്ടുള്ളത്, ഇതിന്റെ വാല്യൂ ഡയറക്ട്ലി ആണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന്റെ ഓർഡർ ഇതിനെ അറേഞ്ച് ചെയ്യാനും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. ഇത് രണ്ടും ഓൾറെഡി ചോദിച്ചു. 6 മെമ്പേർഡിന്റെ വാല്യൂ ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്, 5 മെമ്പേർഡിന്റെ വാല്യൂ ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ എന്താണ്, സിയോടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ എന്താണ് ഈ ഒരു മോളിക്കൂൾ തന്നിട്ട് നിങ്ങളോട് ഡയറക്ട്ലി ചോദിക്കും. സോ അതാണ് IR എന്ന് പറയുന്നത്. IRനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? കോറിലേഷൻ ഡയഗ്രാം. അതിനകത്ത് വാല്യൂസ് നിങ്ങൾ അങ്ങനെ പഠിക്കാം. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് CHN സ്ട്രെച്ചിങ് ആണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ വേറെ ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് കോറിലേഷൻ വാല്യൂസ് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു പറഞ്ഞ കൺസെപ്റ്റ് ഓഫ് സാധനങ്ങളൊക്കെ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മുടെ എക്സാംസിലൊക്കെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ റിംഗ് സൈസിന്റെ എഫക്റ്റും നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ അതിന്റെ വാല്യൂസ് കൂടെ ജസ്റ്റ് ഒന്ന് റേഞ്ച് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അതാണ് നമുക്ക് IRനകത്ത് നിന്ന് പറയാനായിട്ടുള്ളത്.
ഓക്കെ, IR-നകത്തൊന്നും പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് UV-യിലേക്ക് വരാം. IR ഓക്കെ ആണല്ലോ? IR ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു സമയത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ ഇതിനെ കാണണം. അല്ലാതെ നിങ്ങൾ വലിച്ചു വാരി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ, സോ അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി. നെക്സ്റ്റ് UV വിസിബിൾ ആണ്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഇത് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് കൂടി ഞാൻ എടുക്കത്തില്ല. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്തുള്ള അതോ ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതിയോ? തിയറി പറയാതെ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തിയറി കേൾക്കുന്നത് ബോറിംഗ് ആണെങ്കിൽ ഞാൻ നേരെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് തിയറി ഒന്ന് ഫ്രഷ് അപ്പ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ സെഷനും നമുക്കൊരു മാക്സിമം ഒരു സ്പെക്ട്രോസ്കോപ്പി പറയണമെങ്കിൽ ഒരു 20 മിനിറ്റ് വേണം. അപ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ IR കഴിഞ്ഞു. ദെൻ നമുക്ക് UV കിടപ്പുണ്ട്, പ്രോട്ടോൺ കിടപ്പുണ്ട്, C13 കിടപ്പുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ എടുക്കും അതിന്. ഓക്കെ, സോ അത് തിയറി പറയാതെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ തിയറി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ കൺസെപ്റ്റിലേക്ക് പോവാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തിയറി പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ തിയറി പഠിച്ചിട്ടുണ്ടാവും. തിയറി പഠിച്ചവരെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കേട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരുന്നാലും മതി. എനിക്ക് ഏതായാലും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒന്നും അറിയാത്ത ആളെ സംബന്ധിച്ച് ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, സോ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ 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 സോ UV വിസിബിളിനകത്ത് നിങ്ങൾക്ക് അറിയാം 200 തൊട്ട് 400 നാനോമീറ്റർ റേഞ്ചിനെയാണ് നമ്മൾ UV റീജിയൻ എന്ന് വിളിക്കുന്നത്. 400 തൊട്ട് 800 വരെയുള്ള ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിനെയാണ് നമ്മൾ വിസിബിൾ റീജിയൻ എന്ന് വിളിക്കാനായിട്ട് പോവുക. ഇതിനകത്ത് ആദ്യം നമ്മളോട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു സെലക്ഷൻ റൂള് കഴിഞ്ഞിട്ട് എനർജിയുടെ ഓർഡർ. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെ ഉള്ളൂ. സോ ഇവിടുത്തെ സെലക്ഷൻ റൂള് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ΔS എന്ന് പറയുന്നത് 0 ആയിരിക്കണം, എന്നാലേ സ്പിൻ അലൗഡ് ആയിട്ട് വരത്തുള്ളൂ. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഇവിടെ നടക്കാനായിട്ട് പോവുക. ദെൻ സിമെട്രി ബേസ്ഡ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ജെറാഡ് ടു അഞ്ചറാഡ് ഓക്കെയാണ്, അഞ്ചറാഡ് ടു ജെറാഡ് ഓക്കെയാണ്. ഇത് അലൗഡ് ട്രാൻസിഷൻസ് ആണ്. ഇനി ജെറാഡ് ടു ജെറാഡോ അഞ്ചറാഡ് ടു അഞ്ചറാഡോ ആണെങ്കിൽ അത് ഫോർബിഡൻ ട്രാൻസിഷൻ ആയിരിക്കും തരാനായിട്ട് പോകും. ഓക്കെ, സോ ദെൻ ഇവിടെ നിങ്ങളൊരു എനർജി ഓർഡർ പഠിക്കുന്നുണ്ട് അല്ലെ? ഏറ്റവും താഴെ വരുന്നത്, ഏറ്റവും താഴത്തെ ആള് സിഗ്മയാണ്. അത് കഴിഞ്ഞിട്ട് പൈ വരുന്നു, അത് കഴിഞ്ഞിട്ട് നോൺ ബോണ്ടിങ് വരുന്നു, ദെൻ പൈ സ്റ്റാർ വരുന്നു, ദെൻ സിഗ്മ സ്റ്റാർ വരുന്നു. ഓക്കെ, സോ ഈ രീതിയിൽ എന്താണ് ട്രാൻസിഷൻസ് നമ്മൾ പറയാറുണ്ട്. സോ എപ്പോഴും ഹോമോ ടു ലൂമോ ട്രാൻസിഷൻസ് ആണ് ഇവിടെ നടക്കാനായിട്ട് പോവുക. നിങ്ങൾക്ക് അറിയാം, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് എനർജിയുടെ ഓർഡർ നിങ്ങളോട് ചോദിക്കും. എനർജി ഓർഡർ നിങ്ങളോട് ചോദിക്കും. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഹൈ എനർജി എന്ന് പറയുന്നത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആയിരിക്കും. ദെൻ നോൺ ബോണ്ടിങ് ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആയിരിക്കും വരാനായിട്ട് പോവുക. ദെൻ നോൺ ബോണ്ടിങ് ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള എനർജി ഓർഡർ എന്ന് പറയാനായിട്ട് പോകും. ഓക്കെ, സോ ഒരു എനർജി ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സാധാരണയായിട്ട് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് പൊതുവെ സിംഗിൾ ബോണ്ട് ആൽക്കൈൻസിന്റെ കേസിലാണ് ഈ ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ടാകാനായിട്ട് പോവുക. N2 സിഗ്മ സ്റ്റാർ വരാനായിട്ട് പോകുന്നത് കാർബൺ ഓക്സിജൻ ബോണ്ടിങ്ങിന്റെ കേസിലാണ് വരാനായിട്ട് പോവുക. ഇനി N2 പൈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ടോ, അതുപോലെ തന്നെ പൈ ടു പൈ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റം. ഡബിൾ ബോണ്ടഡ് ആകാം, കാർബൺ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്തും ഈ പറയുന്ന ഹെട്രോ ആറ്റംസ് വരുന്ന സിസ്റ്റത്തിനകത്തൊക്കെ തന്നെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുക. ഇതൊക്കെ എവിടെയാണ്, ഏത് സിസ്റ്റത്തിനകത്ത് വരുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒരു തവണ മാച്ച് ഫോളോയിങ് ആയിട്ട് സെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് അബ്സോർബൻസ് വരുന്ന സാധനം, അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചു കാണും, അബ്സോർബൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ ഞാനത് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, സോ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ ഇന്റൻസിറ്റി ട്രാൻസിഷൻ ആണ്. അതുപോലെ തന്നെ സിഗ്മ ടു സിഗ്മ സ്റ്റാർ, ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ എപ്സിലോൺ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഇവരുടെ എപ്സിലോൺ വാല്യൂ കിട്ടാനായിട്ട് എപ്സിലോൺ വാല്യൂ വളരെ ഹൈ ആയിരിക്കും. എന്നാൽ N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ടല്ലോ, N2 പൈ സ്റ്റാറും
അതുപോലെ തന്നെ N2 നോൺ ബോണ്ടിങ്ങിൽ നിന്ന് വരുന്ന രണ്ട് ട്രാൻസിഷൻസും അതിന് വളരെ ലോ സിഗ്മ ആയിരിക്കും കിട്ടുക. ഇതൊരു നമ്മൾ ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്നാണ് ഇതിനെ വിളിക്കാനായിട്ട്. ഇത് ശരിക്കും ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. ഇവരുടെ ഇന്റൻസിറ്റി വളരെ കുറവാണ്. സാധാരണയായിട്ട് ഹൈ ഇന്റൻസിറ്റി ട്രാൻസിഷൻ ആയിട്ട് പൈ ടു പൈ സ്റ്റാറും സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ കോർഡിനേഷനകത്ത് പഠിച്ച മോളാർ എക്സിഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മോളാർ അബ്സോർബിലിറ്റി എന്നുള്ള പർട്ടിക്കുലർ സാധനമാണ്. അതായത് പീക്കിന്റെ ഹൈറ്റ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻസിന് ഏതിനാണ് ഇന്റൻസിറ്റി കുറവ്, ഏതിനാണ് ഇന്റൻസിറ്റി കൂടുതലോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഇതിന്റെ ആ ഒരു എന്താ ഇന്റൻസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അബ്സോർബൻസും ലാംഡ മാക്സും നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് അബ്സോർഷൻ കിട്ടുമെന്ന് നമുക്കറിയാം. അബ്സോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു കേസിനകത്ത് ഇതിനാണ് നമ്മൾ ലാംഡ മാക്സ് എന്ന് വിളിക്കാനായിട്ട് ഇതാണ് നമ്മുടെ ലാംഡ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിനകത്ത് ഇവിടുന്ന് നിങ്ങൾക്കറിയാം ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്കറിയാം ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ്. ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ്. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ്. ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ് അല്ലെ. സോ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ആണെങ്കിൽ എന്താണ് വിളിക്കുന്നത്? ദെൻ ഇത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി എന്നാണ് പറയാനായിട്ട്. അല്ലെ, ഇന്റൻസിറ്റി പീക്കിൽ ഇന്റൻസിറ്റി കൂടി എന്നാണ് നമ്മൾ പറയാനായിട്ട്. ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി ദെൻ ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി താഴോട്ട് വരാം. സോ ഇതിനെയൊക്കെ ഓരോരോ പേരുകൾ വിളിക്കും. ആ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളൊക്കെ തന്നെയാണ്. ഒന്നിനെ നമ്മൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ്, ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സയന്റിഫിക് ഓഫീസറിനൊക്കെ തന്നെ ചോദിക്കുന്നതാണ്. നമ്മൾ HSTക്ക് ചോദിച്ചില്ല എന്നുള്ളൂ, ബട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഓഫ് അബ്സോർഷൻ ടു ലോങ്ങർ വേവ് ലെങ്തിനെയാണ് അല്ലെ. ഷിഫ്റ്റ് ഓഫ് അബ്സോർഷൻ ടു ലോങ്ങർ വേവ് ലെങ്തിലേക്ക് നമ്മുടെ അബ്സോർഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് വിളിക്കാനായിട്ട് പോവാം. ഓക്കെ, ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് വിളിക്കാനായിട്ട് പോവാം. ദെൻ ഷിഫ്റ്റ് ഓഫ് അബ്സോർഷൻ ടു ഷോർട്ടർ വേവ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് അബ്സോർഷൻ ടു ഷോർട്ടർ വേവ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ഹിപ്സോക്രോമിക് അബ്സോർഷൻ അല്ലെ, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്നാണ് വിളിക്കാനായിട്ട് പോകും. ഓക്കെ, അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ദെൻ ഇനി ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ, വേവ് ലെങ്ത് അല്ല ഇന്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്നാണ് വിളിക്കാനായിട്ട് പോവാ. ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ വേവ് ഇന്റൻസിറ്റി. അപ്പൊ ഈ ഇന്റൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്നാണ് വിളിക്കാനായിട്ട് പോവാ. ഇനി ഹൈപ്പോ ക്രോമിക്കും ഉണ്ട് അല്ലെ. ഹൈപ്പോ ക്രോമിക്കിന്റെ കേസിൽ നമ്മുടെ ആ ഒരു വാല്യൂ ഇന്റൻസിറ്റി കുറയുവാണെങ്കിൽ അല്ലെ, ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ഇന്റൻസിറ്റി ആണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് വിളിക്കാനായിട്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്തൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതൊക്കെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കത്തുള്ളൂ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചോദിക്കാനായിട്ടൊന്നുമില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കാനായിട്ട് പോവാ. പിന്നെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് വുഡ്വേർഡ് റൂൾ എന്ന് പറയുന്നത്. ഇതുവരെ അത് എക്സാമിന് ചോദിച്ചിട്ടില്ല. നമ്മുടെ നിങ്ങൾ മുന്നത്തെ എക്സാം ഒക്കെ എടുത്ത് നോക്കിയാലും അത് ചോദിച്ചില്ല. കാരണം അത് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് അധികം കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. പക്ഷെ അത് പറയാനാണെങ്കിൽ കുറെ സിസ്റ്റത്തിന്റെ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. വുഡ്വേർഡ് ആ ഒരു പർട്ടിക്കുലർ റൂൾ, ലാംഡ മാക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ട്. ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ജസ്റ്റ് പേപ്പറിനകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ദെൻ MSc ലെവലിലൊന്നും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല ചോദിച്ചു. പക്ഷെ നമ്മുടെ ജാമിനും നെറ്റിനും ബാക്കിയുള്ള എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് അത് ചോദിച്ചു കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സാധനം കൂടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ഞാൻ UVയും പറഞ്ഞു, IRും പറഞ്ഞു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലെ. അതല്ലേ നല്ലത്. നിങ്ങളും ബോറടിക്കും അല്ലെങ്കിൽ തിയറി മാത്രം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി C13ഉം പ്രോട്ടോൺ NMR രണ്ടിന്റെയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തത്തുള്ളൂ. നമുക്ക് അത് രണ്ടും കൂടെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. കുറച്ച് പ്രോബ്ലംസ് ചെയ്താലോ? ഓക്കെ,
ഒന്നാമത്തെ ചോദ്യം ഹൗ മെനി സിഗ്നൽസ്, എത്ര സിഗ്നൽ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. പറയാമോ? വൺ ടു ഡൈക്ലോറോ ഈഥേനകത്ത് എത്ര സിഗ്നൽ എന്നുള്ളതാണ് ചോദ്യം. 1 2 ഡൈക്ലോറോ ഈഥേൻ നോക്കുക. 1 2 ഡൈക്ലോറോ ഈഥേൻ ആണ് ചോദ്യം. 1 2 ഡൈക്ലോറോ ഈഥേൻ ആണ് ചോദ്യം അല്ലെ? എത്ര വരാനായിട്ട് പോവാം? നിങ്ങൾക്കറിയാം ഒറ്റ സിഗ്നൽ മാത്രമേ ഉള്ളൂ അല്ലെ? ഒരു വൺ സിഗ്നൽ മാത്രമായിരിക്കും വരാനായിട്ട്. സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ക്വസ്റ്റ്യൻ കാണുന്നതിനകത്ത് ഒരു മിനിറ്റ് ജസ്റ്റ് നോക്കിക്കോട്ടെ. സോറി. ഓക്കെ. So next question, the splitting pattern in the multiplicity of methyl protons in CH3 CH2 OH എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് അറിയാം സ്പ്ലിറ്റിംഗ് പാറ്റേൺ കണ്ടുപിടിക്കുന്നത് n+1 എന്നുള്ള റൂൾ വെച്ചിട്ടാണ് നിങ്ങൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് പോവുക. ഓക്കെ. സോ സ്പ്ലിറ്റിംഗ് പാറ്റേൺ മൾട്ടിപ്ലിസിറ്റി ഓഫ് മീഥൈൽ പ്രോട്ടോൺസ് ആണ്. മീഥൈൽ പ്രോട്ടോൺസ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. സോ ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. സോ n+1 എന്ന് വരുന്ന സമയത്ത് നമുക്ക് 3 എന്ന് വരും. ട്രിപ്ലറ്റ് ആണ് അല്ലെ? ട്രിപ്ലറ്റ് എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ട്രിപ്ലറ്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. n+1 റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ്. Next question, how many proton NMR signals does paraxylene 1,4-dimethyl benzene exhibit എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക. 1,4-dimethyl benzene ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഇതിനകത്ത് എത്ര പ്രോട്ടോൺ NMR സിഗ്നൽ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. പറയാമോ? രണ്ടെന്ന് പറയുന്നു, എ ഓപ്ഷനും പറയുന്നുണ്ട് അല്ലെ? എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ. നിങ്ങള് ഓക്കെ 2 ആണോ? 3 ഉണ്ടോ? ഏതാ 3 ഓക്കെ. നോക്കിയേ എവിടേക്കാ ഹൈഡ്രജൻ ഉള്ളത്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. നോക്കാം. ഈ മീഥൈൽ ഗ്രൂപ്പിന് അടുത്താണ് ഈ 2 ഹൈഡ്രജൻ ഉണ്ടാകാനായിട്ട് പോവാം. ദെൻ ഈ മീഥൈൽ ഗ്രൂപ്പിന് അടുത്താണ് ഈ 2 ഹൈഡ്രജൻ ഉണ്ടാകാനായിട്ട്. ഇതിന് നിങ്ങൾ പ്ലെയിനോസിമെട്രി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ CH3 ഈ CH3 ഈക്വലന്റ് ആണ്. ഓക്കെ. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. സോ ബേസിക്കലി ഈ 2 മീഥൈൽ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടും. ദെൻ ഈ 4 ഹൈഡ്രജനും എന്താണ് സിമിലർ ആണ്. ഈ 4 ഹൈഡ്രജന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടും. 2 CH3 ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടും. മൊത്തം നിങ്ങൾക്ക് 2 സിഗ്നൽ ആയിരിക്കും ഇവിടെ കിട്ടാനായിട്ട്. 3 ഇല്ല, 2 സിഗ്നൽ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട്. ആൻസർ വരുന്നത് ഡി ആണ്. ഡി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ ആണോ? 2 സിഗ്നൽ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. 2 സിഗ്നൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് H1 NMR സിഗ്നൽസ് ഇൻ 2-chloropropane. നോക്കുക. 2-chloropropane എത്ര നമ്പർ ഓഫ് H1 NMR സിഗ്നൽ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. 2-chloropropane എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് കിട്ടുമ്പോഴേ അതിന്റെ സ്ട്രക്ചർ വരച്ചോണം. ഇതാണ് നമ്മുടെ 2-chloropropane എന്ന് പറയുന്നത് അല്ലെ? 2-chloropropane എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 2-chloropropane എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ നമുക്ക് എത്ര സിഗ്നൽ ആയിരിക്കും? എന്തായാലും CH എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു സിഗ്നൽ തരുന്നുണ്ട്. പിന്നെ ഈ 2 പേരും എന്താണ് സിമിലർ ആണ്. സോ ഇവർ രണ്ടോട് ചേർന്നിട്ട് ഒരു സിഗ്നൽ, മൊത്തം 2 സിഗ്നൽ അല്ലെ? 2 സിഗ്നൽ ആണ് ഈ ഒരു കേസിൽ നമുക്ക് കിട്ടാനായിട്ട് പോകും. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the multiplicity of signal corresponding to the methene proton in 2-chloropropane. Okay. So നോക്കുക, methene proton, methene corresponding ആയിട്ടുള്ള മൾട്ടിപ്ലിസിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ 2-chloropropane തന്നെയാണ്. CH3 Cl. ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇതിന്റെ മൾട്ടിപ്ലിസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. പറയാമോ ഏതാണ് ആൻസർ വരുന്നത്? അല്ലെ? രണ്ടും സിമിലർ ആയതുകൊണ്ട് തന്നെ എന്താണ് n+1 ആണ് അല്ലെ? n+1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 3 എടുക്കണം, ഇവിടുത്തെ 3 എടുക്കണം. സോ 6 എന്ന് വരും, 6+1 എന്ന് വരും. അതായത് 7 ആണ് വരാനായിട്ട് പോവുക. സെപ്റ്ററ്റ് ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇത് ഇക്വലന്റ് ആയതാണ് 7 വരുന്നത്, അല്ലെങ്കിൽ ഡിഫറന്റ് ആയിട്ട് തന്നെയാണ് അവർ വരാനായിട്ട് പോവുക. സോ ഇക്വലന്റ് ആയതുകൊണ്ട് 7 ആയിരിക്കും ഇവിടുത്തെ മൾട്ടിപ്ലിസിറ്റി വരാനായിട്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സിഗ്നൽസ് ആർ ഒബ്സർവ്ഡ് അസെറ്റോൺ? അസെറ്റോൺ എത്ര H1 NMR സിഗ്നൽ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങളുടെ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും സെറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ നമ്മുടെ സെറ്റും സയന്റിഫിക് ഓഫീസറിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സിഗ്നൽ ആയിരിക്കും കിട്ടാനായിട്ട്. നിങ്ങൾക്കറിയാം ഈ രണ്ട് C3യുടെ ഹൈഡ്രജൻ രണ്ട് സിമിലർ ആണ്. രണ്ട് സിഗ്നൽസ് ആയിരിക്കും, സോറി ഒരു സിഗ്നൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെറിയൊന്ന് വേരിയേഷൻ വരുത്താനായിട്ട് പോവാണ്. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ ഫോർമുല C3H6O gives a sharp IR absorption band. അവിടെ IR absorption band തന്നിട്ടുണ്ട്. ആൻഡ് എ സിംഗിൾ ഷാർപ്പ് പീക്ക് തന്നിട്ടുണ്ട്. H1 NMR തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് എന്താന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കണ്ടുപിടിക്കണം. എന്താ? DB അല്ലെ? DB എന്താ? ഡബിൾ ബോണ്ട് ഇക്വലൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് നമ്മൾ വരുവാണ് ചെയ്യാനായിട്ട് അല്ലെ? ആ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചെയ്തു പോകുന്നത്. എങ്ങനെയാണ് DB കണ്ടുപിടിക്കുന്നത്? എന്തിനാ DB കണ്ടുപിടിക്കുന്നത്? അതിനകത്ത് എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ടോ റിങ്ങോ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുപിടിക്കുക. സോ DB ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേസിനകത്ത് അരോമാറ്റിക് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ? സോ DB എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ടെട്രാവാലന്റ് മൈനസ് നമ്പർ ഓഫ് മോണോ ബൈ 2 പ്ലസ് നമ്പർ ഓഫ് ട്രൈവാലന്റ് ആറ്റം ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരാനായിട്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ DB കണ്ടുപിടിക്കുന്ന സമയത്ത് 1 ആണ് കിട്ടുന്നെങ്കിൽ അവിടെ ഒരു പൈ ബോണ്ടോ അല്ലെ റിങ്ങോ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ 2 ആണ് കിട്ടുന്നെങ്കിൽ ഒരു റിങ്ങോ പൈ ബോണ്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട്. ഒരാൾ B എന്ന് ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ നിങ്ങൾ ബാക്കിയുള്ള ഡേറ്റാസ് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. അതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ നിങ്ങൾ വരച്ച് നോക്കിയിട്ട് ഈ പറയുന്ന ഡേറ്റയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. സോ പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ CH3 CH2 CHO ആണ് നമ്മൾ പ്രൊപ്പനാൽ എന്ന് വിളിക്കാനായിട്ട് പോവുക. അസെറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ട് CH3 ആണ് നമ്മുടെ അസെറ്റോൺ എന്ന് പറയുന്നത്. സൈക്ലോ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സൈക്ലോ പ്രൊപ്പൻഓൾ അല്ലെ? സോ ഇതാണ് നമ്മുടെ സൈക്ലോ പ്രൊപ്പനോൾ എന്ന് പറയുന്നത്. ദെൻ അലൈൽ ആൽക്കഹോൾ ഉണ്ട്. അലൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ചില അലൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതാണ്. നോക്കുക, ഇവിടെ ഒറ്റ സിംഗിൾ ഷാർപ്പ് സിംഗ്ലറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മുടെ പ്രോട്ടോൺ NMRനകത്ത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇയാൾ വ്യത്യാസമാണ്, ഇയാൾ വ്യത്യാസമാണ്, ഇയാൾ വ്യത്യാസമാണ്. അപ്പൊ ഒരിക്കലും പ്രൊപ്പനാൽ ആകത്തില്ല. അടുത്ത ആൾ നോക്കുക, ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺ, OHന്റെ പ്രോട്ടോൺ ഉണ്ട്, അതായത് ഇവിടുത്തെ കാർബണിലെ പ്രോട്ടോൺ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സിഗ്നൽസ് കിട്ടും. സോ ഇതുമല്ല നമ്മുടെ ഓപ്ഷൻ വരുന്നത്. അലയിലിനകത്ത് ഉറപ്പായിട്ടും ഇഷ്ടം പോലെ പ്രോട്ടോൺസ് ഉണ്ട്. ഇതുമല്ല നമുക്ക് വരാനായിട്ട് പോവാം. ആൻസർ വരുന്നത് എന്താണ്? അസെറ്റോൺ ആണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോവുക. അസെറ്റോണിനകത്തെ കാർബണൈലിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ് 1715 എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കേസിനകത്ത് നിങ്ങൾ DB കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടുത്തെ DB വരാനായിട്ട് പോകുന്ന എത്ര? DB എന്ന് പറയുന്നത് 1 വരാനായിട്ട് പോകും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് DB 1 വരും. ദെൻ ഒറ്റ സിഗ്നൽ കിട്ടുന്നത് ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. സോ ഞാൻ പറയാലോ, മാക്സിമം കേസിൽ നിങ്ങൾക്ക് ഓപ്ഷനകത്തെ ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ വരച്ച് നോക്കിയിട്ട് ആ ഡേറ്റ ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക, എലിമിനേറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും B ആണ് കിട്ടിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ഈ രീതി നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ദ ഡബിൾ ബോണ്ട് ഇക്വലൻസ് ഓഫ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഹൈഡ്രജൻ ഡെഫിഷ്യൻസി എന്നാണ് നമ്മൾ അതിനെ പറയാ. അത് കണ്ടുപിടിക്കുക. ഒരു മോളിക്കുലർ ഫോർമുല വന്നു കഴിഞ്ഞാൽ DB എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പേ തൊട്ട് മുന്നത്തെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. DB ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടെട്രാവാലന്റ് ആറ്റംസ് മൈനസ് നമ്പർ ഓഫ് മോണോ ആറ്റംസ് ബൈ 2 പ്ലസ് നമ്പർ ഓഫ് ട്രൈവാലന്റ് ആറ്റംസ് അല്ലെ? ആറ്റംസ് ഡിവൈഡഡ് ബൈ 2 പിന്നെന്താ ഉണ്ടായിരുന്നു? ഒരു +1 കൂടെ ഉണ്ട് അല്ലെ? സോ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതിനകത്ത് നമ്പർ ഓഫ് കാർബൺ ആണ് ഈ ടെട്രാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ സിലിക്കൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെട്രാ ഉദ്ദേശിക്കുന്നത്. മോണോ എന്ന് പറയുന്നത് നമ്മുടെ മോണോ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജന് ഹാലൈഡിനെയൊക്കെയാണ്. ട്രൈ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? നൈട്രജന് ഫോസ്ഫറസിനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കാനായിട്ട്. എത്ര പേരുണ്ടെന്നുള്ളതാണ്, എത്ര നമ്പർ ഓഫ് ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല കണ്ടുപിടിച്ചിട്ട് അവർക്ക് എത്ര ആണ് അവരുടെ DB വരുന്നത് പറയാമോ? ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. DB ഡയറക്റ്റ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, വേറെ വലിയ കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ 5 ഒരാൾ കണ്ടുപിടിച്ചു. 5 ആണോ? 5 ആണോ? നോക്കിയേ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. C6H5NO2 ആണ്. ഓക്കെ, 2 പേർക്ക് 5 കിട്ടി. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? എല്ലാവർക്കും കിട്ടണം കേട്ടോ, എല്ലാവർക്കും കിട്ടണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. DB ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം.
ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? ഇതാ ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് 5 എന്നാണ് കിട്ടേണ്ടത്. 5 എന്നാണ് കിട്ടാനായിട്ട് പോകുക. ആൻസർ എ ആണ് ഇതിന്റെ വരുന്നത്. 5 എന്നാണ് കിട്ടാനായിട്ട് പോകുക. ആൻസർ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. രണ്ടുപേർക്കേ കിട്ടിയുള്ളൂ, ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എന്റെ വിശ്വാസം. കിട്ടിയോ? ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ കിട്ടിയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കിട്ടി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുമ്പോഴും ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ഓക്കെ, സോ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് എക്സിബിറ്റ് എ ബ്രോഡ് ആൻഡ് ഇന്റൻസ് IR ബാൻഡ് അറ്റ് 3300. നോക്കുക, ബ്രോഡ് ആൻഡ് ഇന്റൻസ് ബാൻഡ് അറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സ്ട്രോങ് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അറ്റ് 1050 cm/s. വിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പറയാമോ? വിച്ച് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പറയാമോ? ഉറപ്പായിട്ടും ആരായിരിക്കും? ഉറപ്പായിട്ടും ആൽക്കഹോൾ ആയിരിക്കും, അല്ലെ? ആൽക്കഹോൾ ആയിരിക്കും വരാനായിട്ട് പോകും. ആൻസർ സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. ആൽക്കഹോൾ ആയിരിക്കും, ആൽക്കഹോൾ ആയിരിക്കും അതിന്റെ ആൻസർ വരാനായിട്ട്. നിങ്ങൾക്ക് അറിയാം 1300 cm/s ഈ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിയോടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ് ആ തന്നിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് സി തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ മാസ് സ്പെക്ട്രം ഓഫ് ആൽക്കൈൽ ബെൻസീൻസ് എ പ്രൊമിനന്റ് ബേസ് പീക്ക് ഒബ്സർവ്ഡ് അറ്റ് MBZ 91 വരുന്നത് ഈ പറയുന്ന പോലെ എന്തിന്റെ റീറേഞ്ച് മൂലമാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല കേസിലും ഈ 1/Z എന്ന് പറയുന്നത് 91 ആണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി മാസ് കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസ് പീക്ക് ആണ് ഈ ഒരു MBZ 91 വരുന്നത്. അത് ഏത് അയോൺ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതായിരിക്കും നമ്മുടെ ഒരു പർട്ടിക്കുലർ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആളാണ് വരാനായിട്ട് പോവുക. ഓക്കെ, സോ ഏതായിരിക്കും വരാനായിട്ട് പോവുക? എന്റെ ആൻസർ വരുന്നത് സി ആണ്, ട്രൊപ്പീലിയം ആണ് വരാനായിട്ട് പോവുക. സോ അതൊരു റീഅറേഞ്ച്മെന്റിലൂടെയാണ്, അങ്ങനെ റിംഗ് എക്സ്പാൻഡ് ഒക്കെ ചെയ്തിട്ടാണ് വരാനായിട്ട് പോവുക. ആൻസർ സി ആണ് വരുന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കുക, മാസ് സ്പെക്ട്രത്തിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ അരോമ ആൽക്കൈൽ ബെൻസൈൻസിന്റെ കേസിൽ ആ പ്രൊമിനന്റ് ആയിട്ടുള്ള ബേസ് വീക്ക് ഏതാണ്? ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, സെറ്റിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അരോമാറ്റിക് ആയിട്ടുള്ള അയോൺ ആണ്. അരോമാറ്റിക് ആയിട്ടുള്ള N/Z വരുന്ന 91 വരുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ട്രൊപ്പീലിയം ആണ്, അല്ലെ? ട്രൊപ്പീലിയം ആണ് അതിന്റെ വാല്യൂ വരാനായിട്ട് പോകുക. സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സിഗ്നൽസ് വിൽ ബി ഒബ്സർവ്ഡ് ഇൻ C13 NMR ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് 1,4-ഡൈക്ലോറോബെൻസീൻ. നോക്കുക, 1,4-ഡൈക്ലോറോബെൻസീന്റെ കേസിലെ C13 സിഗ്നൽ എത്ര ഡിസ്റ്റിന്റ് ആയിട്ടുള്ള കാർബൺ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1,4-ഡൈക്ലോറോബെൻസീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റിക്കാതെ പറയണം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ സെറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് വരിക? ബി ആണ് അതിന്റെ ആൻസർ, അല്ലേ? നമ്മൾ മുമ്പേ കണ്ടിരുന്നു ഇതുപോലെ മീതയിൽ വന്ന സമയത്ത് പ്രോട്ടോൺ അവിടെ കണ്ടിരുന്നു. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് രണ്ടെണ്ണമാണ് വരാനായിട്ട്, അല്ലെ? രണ്ടെണ്ണമാണ്. ഈ ഒരു കാർബണും അതുപോലെ തന്നെ ഈ ഒരു കാർബണും ഈക്വലന്റ് ആണ്. ബാക്കി ഇവിടെ വരുന്ന ഈ ഒരു കാർബണും ഈ ഒരു കാർബണും ഈ ഒരു കാർബണും ഈ ഒരു കാർബണും ഇവര് 4 പേരും കൂടെ ഒരു സിഗ്നൽ, ഇവർ രണ്ടുപേരുടെ ഒരു സിഗ്നൽ, അങ്ങനെ 2 സിഗ്നലാണ് നമുക്ക് കിട്ടാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർബണൽ കോമ്പൗണ്ട് ഷോസ് IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1685 cm/s വിച്ച് ഈസ് സിഗ്നിഫിക്കന്റ്ലി ലോവർ ദാൻ എ കോൺജുഗേറ്റഡ് അലിഫാറ്റിക് കീറ്റോൺ. വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? ഞാൻ ഈ ക്വസ്റ്റ്യൻ മുമ്പേ ഞാൻ നിങ്ങളെ സ്ട്രക്ചർ കാണിച്ചാൽ നിങ്ങളെ കാണിച്ചിരുന്നത് എങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പോൾ A B എന്നൊക്കെ ഓർഡർ ഒക്കെ പറഞ്ഞിരുന്നു. സോ അതിന്റെ റീസൺ എന്താണെന്നാണ് പറയാമോ? ഞാനൊരു 2 കീറ്റോണും അൺസാച്ചുറേറ്റഡ് കീറ്റോണും തമ്മിലുള്ള 2 സ്ട്രക്ചർ വരച്ചിട്ട് ഇവർക്ക് ആർക്കാണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതൽ, ആർക്കാണ് കുറവെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഓക്കെ, സോ അവിടെ എന്തായിരിക്കും അതിന്റെ റീസൺ വരാനായിട്ട് പോവാം? ഓക്കെ, സോ എന്താണ് കോൺജുഗേഷൻ വിത്ത് പൈ സിസ്റ്റം, അല്ലെ? പൈ സിസ്റ്റമായിട്ട് കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയും എന്നുള്ളതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. സോ സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. അപ്പോൾ സി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ DEPT. ഓക്കെ, സോ DEPT കുറിച്ച് ഞാൻ പറഞ്ഞില്ല. DEPT കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം, പറഞ്ഞിട്ട് നമുക്ക് DEPTയുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും DEPT കുറിച്ച് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. ബട്ട് DEPT നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പർട്ടിക്കുലർ സാധനമാണ്. ഓക്കെ, സോ നമുക്ക് DEPTയുടെ കാര്യം. DEPTയുടെ ഫുൾ ഫോം എന്താണെന്നറിയാമോ? അതൊക്കെ ഞങ്ങളെ ചോദിക്കാൻ കേട്ടോ. DEPT, DEPT, DEPT. Distortionless enhancement, distortionless enhancement of polarization transfer. ഇതാണ് അതിന്റെ
ഫുൾ ഫോം എന്ന് പറയാനായിട്ട് പോകും. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് പൾസുകളാണ് നമ്മൾ കൊടുക്കുക. ഇത് C13 NMR ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ 3 ടൈപ്പ് ഓഫ് പൾസുകളാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുക. ഓക്കെ, സോ 45 ഡിഗ്രി പൾസ് എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാട്ടർണറി കാർബൺ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്വാട്ടർണറി കാർബൺ സിസ്റ്റം നിങ്ങൾ കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും ഇവിടെ കിട്ടാനായിട്ട് പോവാം. ഓക്കെ, സോ quaternary carbon is absent. Okay, quaternary carbon is absent ആണെന്നുണ്ടെങ്കിൽ അതാണ് 45 പൾസ് തരാനായിട്ട് പോവാം. അത് നോക്കണ്ട, 45 നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. 90, 135 ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. 90 ഡിഗ്രി പൾസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ CH ഉണ്ടെന്നുണ്ടെങ്കിൽ CH പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സിഗ്നൽ കിട്ടുന്നത്. CH പ്രസന്റ് ആണെങ്കിൽ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്നൽ കിട്ടും. ഇനി 135 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 135 പൾസ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവിടെ CH-നെയും അതുപോലെ തന്നെ CH3 നിങ്ങൾക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, CH-നെയും അതുപോലെ തന്നെ CH3 നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ CH2 പ്രസന്റ് ആണെങ്കിൽ അതും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 135 പൾസ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് CHO CH3 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ ആണെങ്കിൽ കിട്ടുന്നെങ്കിൽ അതിനെ നമ്മൾ CHO CH3 ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി CH2 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സിഗ്നൽ ആയിരിക്കും കിട്ടാനായിട്ട് പോകും. നെഗറ്റീവ് സിഗ്നൽ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട്. അതായത് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ഇങ്ങനെ ലൈൻ പോലത്തെ സിഗ്നൽ ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ താഴോട്ടിരിക്കും, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടായിരിക്കും ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ CH വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് മുകളിലോട്ടായിരിക്കും ഇരിക്കാനായിട്ട് പോകും. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കാനുള്ളത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ഒരു DPT എന്ന് പറയുന്നത്. ഓക്കെ, സോ DPTക്കകത്ത് നിങ്ങൾ 90 ഡിഗ്രി പൾസ് എന്ന് പറയുന്നത് CH-ന്റെ പ്രസൻസ് നോക്കാനായിട്ടാണ്. ദെൻ 135-നകത്ത് നമുക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് കിട്ടുന്നത് CH-നും CH3-ക്കും ആണ്, നെഗറ്റീവ് കിട്ടുന്നത് CH2-നാണ് നെഗറ്റീവ് കിട്ടാനായിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ DPT എന്ന് പറയുന്നത്. സോ ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ DPT 135 വിച്ച് ടൈപ്പ് ഓഫ് കാർബൺ എൻവയോൺമെന്റ് ഈൽഡ് നെഗറ്റീവ് പീക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ? അല്ലെ, നെഗറ്റീവ് പീക്ക് കിട്ടുന്ന ആർക്കാണ്? നമ്മുടെ CH2 ആണ് അല്ലെ, CH2 ആണ്. പോസിറ്റീവ് പീക്ക് ആണ്. ഇവർ രണ്ടുപേർക്കും എന്താണ് പോസിറ്റീവ് പീക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇയാൾക്ക് എന്തായിരിക്കും കിട്ടാനായിട്ട് പോവുക? നെഗറ്റീവ് പീക്ക് ആയിരിക്കും കിട്ടാനായിട്ട്. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്താണ്? ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ബി ആണ് അതിന്റെ. ബാക്കിയുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പോലെ ഈ രീതിയിലാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ചോദ്യം പോലും വായിക്കുന്നില്ല, നിങ്ങൾ ആൻസർ പറയും ഇതിന്റെ. മാസ് ഓഫ് ഓർഗാനിക് സ്പെക്ട്രം ഓഫ് സിംഗിൾ ബ്രോമിൻ ആറ്റം. ഞാൻ പറഞ്ഞില്ല, ബ്രോമിൻ ആറ്റം ആണ് എപ്പോഴും ചോദിക്കുന്നത്. ബട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പറഞ്ഞൊക്കെ ചോദിക്കാം. ബട്ട് ഓർത്തിരിക്കുക, അതിന്റെ ഇന്റൻസിറ്റി കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഒരാളാണെങ്കിൽ എന്താണ് 1:1 റേഷ്യോയിലാണ് അവിടെ വരാനായിട്ട് പോകുക. ഈ ഒരു ബോക്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഞാനൊരു ബോക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, 1:1 വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കാൻ. 2 ബ്രോമിൻ ആണെങ്കിൽ 1:2:1 ആണ്. 3 ബ്രോമിൻ ആണെങ്കിൽ 1:3:3:1 എന്നാണ് റേഷ്യോ വരാനായിട്ട് പോകുക. ഈ ക്ലോറിന്റെ കേസ് നിങ്ങൾ ഓർത്തിരിക്കണം. ബ്രോമിൻ ആണ് മിക്കവാറും ചോദിക്കുന്നത്. ക്ലോറിൻ വേണമെങ്കിലും കയറി ചോദിക്കാം. നെക്സ്റ്റ്, in which of the following compound exhibit exactly one singleton H1NMR and exactly one C13? അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്ത് ഏതിനാണ് ഒറ്റ H1NMR സിഗ്നലേ ഉള്ളൂ, ഒറ്റ C13 സിഗ്നൽ മാത്രമേ ഉള്ളൂ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് സെറ്റിന് ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കോമ്പൗണ്ടിന് H1NMR സിഗ്നൽ ഒരെണ്ണേ ഉള്ളൂ, അതുപോലെ തന്നെ C13 സിഗ്നൽ ഇതിനകത്ത് ഒരെണ്ണേ വരുന്നു. ഏതാണെന്ന് പറയാമോ? അതിന്റെ സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആരാണ്? നമ്മുടെ സൈക്ലോഹെക്സേൻ അല്ലെ. സൈക്ലോഹെക്സേനകത്ത് ഹൈഡ്രജൻ എല്ലാം ഒറ്റ സിഗ്നൽ ആയിരിക്കും കിട്ടാനായിട്ട് പോവുക. കാർബൺ എല്ലാം കൂടെ ചേർന്ന് ഒറ്റ സിഗ്നൽ ആയിരിക്കും കിട്ടാനായിട്ട് പോവുക. സോ അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അത് ട്രിക്കി ചോദ്യം, വേറെ വലിയ കാര്യമൊന്നുമില്ല. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആൻസർ ബി ആണ് അതിന്റെ ആൻസർ പറയാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് യുവിയിലെ പ്രോബ്ലം കയറി ചെയ്യാം. In UV visible spectroscopy, the shift of an absorption maximum to longer wavelength, shift of absorption matter to longer wavelength നമ്മൾ എന്തെന്നാ വിളിക്കുന്നതാണ്? ഹൈപ്പർക്രോമിക്, ഹൈപ്പോക്രോമിക്, ഹിപ്സോക്രോമിക്, ബാത്തോക്രോമിക്. അപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഏത് ആൻസർ വരുന്നത്? ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്നാണ് അതിന്റെ ആൻസർ. അപ്പൊ ലോവർ ആണെന്നുണ്ടെങ്കിലോ ലോവർ വേവ് ലെങ്തിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ എന്നായിരിക്കും വിളിക്കാനായിട്ട് പോവാം? നമ്മൾ പറഞ്ഞു അല്ലെ, ഹിപ്സോക്രോമിക്. ദെൻ ഹൈപ്പർ അല്ലെ. ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെ ഇന്റൻസിറ്റി കൂടുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ എന്ന് വിളിക്കുന്നത്. ഇന്റൻസിറ്റി പീക്കിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോ എന്നാണ് വിളിക്കാനായിട്ട്. ഓക്കെ, സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. റെയർലി ഇങ്ങനെ ചോദ്യം ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ കെമിക്കൽ ഷിഫ്റ്റ് റേഞ്ച് ഫോർ കാർബോക്സിലിക് ആസിഡ് പ്രോട്ടോൺ? കാർബോക്സിലിക് ആസിഡ് പ്രോട്ടോണിന്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എത്രയാണ് വരുന്നുള്ളതാണ്. നമ്മളത് പറഞ്ഞില്ല, ബട്ട് പറയാമോ?
എന്തായാലും അത് എന്താണ് ഈ പറയുന്ന പോലെ 10 to 12 ppm അതിന്റെ വാല്യൂ വരാനായിട്ട് പോകും അല്ലെ. 10 ppm ഞാൻ അതിന്റെ വാല്യൂ പറയാം. ഞാൻ പ്രോട്ടോണന്മാർ പറഞ്ഞില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതുകൊണ്ടാണ്. സോ നമ്മൾ അതിലേക്ക് വരാം. സോ ക്വസ്റ്റ്യൻ നമ്മൾ ബോറടിച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, സോ എന്തായാലും ഡി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവാം. 10 to 12 ppm. ഇതുപോലെ തന്നെ ആൽഡിഹൈഡിന്റെ വേണമെങ്കിലും ചോദിക്കാം. 9 to 10 ppm അതിന്റെ ഷിഫ്റ്റ് വാല്യൂ വരുന്നത്. ഇനി പറയാമോ അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ കേസിൽ വാല്യൂ വരുന്നത് എവിടെ, ഏത് റേഞ്ചിലാന്ന് പറയാമോ? കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ അരോമാറ്റിക് പ്രോട്ടോൺസ് പറയാമോ? ഇതും ഒരു തവണ സെറ്റിന് ചോദിച്ചതാണ്. അരോമാറ്റിക് പ്രോട്ടോൺസ് 6 to 8 ppm അല്ലെ. 6 to 8 ppm ആണ്. 8.5 ഒക്കെ അതിനകത്ത് വരും. 6 to 8 ppm ആണ് സാധാരണയായിട്ട് ആ ഒരു റേഞ്ചിലാണ് വരാനായിട്ട്. ആ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. കറക്റ്റ് എക്സാക്ട് വാല്യൂ ഒന്നും ഓർക്കണ്ട, റേഞ്ച് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ആസിഡിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു, ആൽഡിഹൈഡിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു, അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IR സ്പെക്ട്രം ഓഫ് ആൻ അൺനോൺ കോമ്പൗണ്ട് ഷോസ് 2 ഡിസ്റ്റിന്റ് ഷാർപ്പ് ബാൻഡ്. നോക്കുക, ഡിസ്റ്റിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് നോക്കുക 3400 3300. ദി സിഗ്നേച്ചർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. നോക്കിയേ, പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി അമീൻ, പ്രൈമറി അമീൻ ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും വരാനായിട്ട്? ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അമീൻസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 2 പീക്ക് കിട്ടുന്നു. അത് ഈ പറഞ്ഞ ഷാർപ്പ് പീക്ക് ആണെങ്കിൽ അത് പ്രൈമറി അമീനാണ്. പ്രൈമറി അമീനും സെക്കൻഡറി അമീനും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻസർ വരുന്നത് പ്രൈമറി അമീനാണ്. പ്രൈമറി അമീനാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സിഗ്നൽസ് ആർ ഒബ്സർവ്ഡ് ഇൻ ദ പ്രോട്ടോൺ NMR ഓഫ് ഓർത്തോസൈലിൻ? ഓക്കെ, 1 ഡൈമീഥൈൽ ബെൻസീനകത്ത് എത്ര പ്രോട്ടോൺ NMR സിഗ്നൽ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 ആണ് കേട്ടോ. 1 2 മുമ്പേ 1 4 ആണ് നമ്മൾ പറഞ്ഞത്. ഇത് 1 2 ആണ്. 1 2 ഡൈമീഥൈൽ ബെൻസീനകത്ത് എത്ര സിഗ്നൽ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഹാ, BA DA എന്തൊക്കെയായി പറയുന്നത്? 3 ആണോ 4 ആണോ? നോക്കി, ഈ മോളിക്കൂളിനെ ഇങ്ങനെ നോക്കിയാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കാനായിട്ട്, നമ്മൾ ഏതോ ഒരു സിനിമയ്ക്ക് അത് ഹരിശ്രേഷ്ഠം പറയത്തില്ലേ, എന്നെ ഇങ്ങനെ കണ്ടാലല്ലേ നമുക്ക് ചേഞ്ച് ചെയ്യാന്ന് പറയത്തില്ലേ. ഇങ്ങനെ നോക്കിയേ, ഇതിനെന്തുണ്ട്? പ്ലെയിനോസിമെട്രി ഉണ്ട്. സോ ഇവിടെ വരുന്ന ആൾക്കാരും സെയിം ആണ് അല്ലെ. സോ ഇത് ഒന്നാമത്തെ സിഗ്നല്, ഇത് രണ്ടാമത്തെ സിഗ്നല്, ഇത് മൂന്നാമത്തെ സിഗ്നൽ അല്ലെ. നമുക്ക് 3 സിഗ്നലേ കിട്ടത്തുള്ളൂ അല്ലെ. 3 സിഗ്നൽ ആയിരിക്കും കിട്ടാനായിട്ട്. ആൻസർ വരുന്നത് ഡി ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? 3 സിഗ്നലേ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഈ മോളിക്കൂളിനെ ചുമ്മാ ജസ്റ്റ് ചിരിച്ചു നോക്കിയാൽ പോരെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? പ്ലെയിനോസിമെട്രി നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റൂലേ? ഇത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നും ഇല്ല. ആൻസർ സി ആണ് വരുന്നത്. സോറി, ഡി ആണ് വരുന്നത്. 3 ആണ് അതിന്റെ ആൻസർ വരുന്നത്. Next, McLafferty rearrangement is a classic fragmentation in mass spectrometry that occurs in carbonyl compound of hydrogen atom at which position? C13 ആണെന്ന് കരുതി. നോക്കിയ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കണേ. നിങ്ങൾ അതുപോലെ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഇടുന്നവര്, നിങ്ങൾക്ക് അറിയാലോ PSC ക്വസ്റ്റ്യൻ ഇടുന്ന കാര്യമൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. അവന്മാർ ഭയങ്കര മടിയന്മാരായതുകൊണ്ട് ഈ H1 NMR ആണോ C13 ആണോ എന്നുള്ളത് ഇങ്ങനെ ചെറിയൊരു കുനിപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം, അല്ലെ കുറച്ച് പവർ ഉള്ള വല്ല കണ്ണാടിയും വെച്ചുകൊണ്ട് പോകണം, തെറ്റിപ്പോകരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കാണിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എന്തുവാന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓൺലൈൻ പ്രത്യേകിച്ച് അത് കുറെ സാധനങ്ങൾ അവർക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചുമ്മാ എവിടെന്നെങ്കിലും ഒട്ടിച്ചു വെക്കുമായിരിക്കും ചെയ്യാനായിട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് നോക്കണം. പ്രോട്ടോൺ NMR ആണോ, ഈ സാധനം മാത്രം കാണത്തില്ല, കാരണം ഇത് ടൈപ്പ് ചെയ്ത് കയറ്റിയാൽ ഇത് കയറുള്ളൂ. അപ്പൊ ചില സമയത്ത് ഓക്കെ ആയിരിക്കും, ചില സമയത്ത് ഇവന്മാർ ഇത് വെട്ടി കയറ്റി വെക്കും. അപ്പൊ ഇത് കാണത്തില്ല, വളരെ ചെറുതായിട്ട് ഇത് കാണാനായിട്ട് പറ്റുള്ളൂ. സോ ക്വസ്റ്റിനകത്ത് അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അത് ഞാൻ ഒരു തവണ ചെയ്തപ്പോൾ ഇതുപോലെ എനിക്ക് തെറ്റിപ്പോയതാണ്. പിന്നാണ് മനസ്സിലായി. ഞാൻ സാധാരണ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റിനും ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യും കേട്ടോ. ഇപ്പൊ ഞാൻ 100 ചോദ്യം ചെയ്യാനായിട്ട് പോകും. നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 100 ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ഒരു 60 ചോദ്യമായിരിക്കും ആദ്യം ചെയ്യാനായിട്ട് പോകാം. അപ്പൊ 60 ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 60 ചോദ്യം ഞാൻ ഒന്നുകൂടെ പോയി നോക്കും, എല്ലാം ശരിയാണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് നോക്കാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ ചാൻസ് എടുക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഒരു 80 വരെയൊക്കെ ഞാൻ ചിലപ്പം ചെയ്യും. പിന്നെ സമയം ഉണ്ടെങ്കിൽ 100 എണ്ണം ചെയ്യാനായിട്ട്.
ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ചാൻസ് എടുക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്നത് മാക്സിമം ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70 മാർക്കാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ട് ഞാൻ 60 എണ്ണേ ചെയ്തുള്ളൂ. അപ്പൊ എനിക്ക് ഉറപ്പായിട്ട് അറിയാം കട്ട് ഓഫ് 70 വരും. അപ്പൊ എന്തായാലും 60 കൊണ്ട് ചെയ്താൽ എനിക്ക് കിട്ടത്തില്ലെന്ന് അറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു 80 എണ്ണം ചെയ്യാൻ നോക്കും. അപ്പൊ 80 എണ്ണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 100 എണ്ണം ഒക്കെ ചെയ്തെന്നിരിക്കും. അപ്പൊ 50 മാർക്കിനൊക്കെ വരുന്ന ആ കട്ട് ഓഫ് വരുന്ന ഒരു പർട്ടിക്കുലർ എക്സാമിന്റെ കേസിൽ മിനിമം നമ്മൾ ഒരു 70 to 80 എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 to 60 വരുന്ന 50 to 60 വരുന്ന കേസിൽ നിങ്ങൾ മിനിമം അറ്റൻഡ് ചെയ്യേണ്ടത് ഇത്രയെങ്കിലും അറ്റൻഡ് ചെയ്യണം. ഇത്രയും അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര കുറഞ്ഞ മാർക്കാണ് വരുന്നെങ്കിൽ, ഞാൻ ഫസ്റ്റ് റാങ്ക് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. സോ കുറച്ചുകൂടെ കട്ട് ഓഫ് താഴോട്ടാണ് വരുന്നെങ്കിൽ, ഒരു 40 to 50 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 60 to 70 ക്വസ്റ്റൻ ഒക്കെ ചെയ്യാവുള്ളൂ. അതിന് മുകളിൽ ചെയ്താൽ ഒരുപാട് നെഗറ്റീവ് വരും, നല്ല മാർക്ക് നിങ്ങളെ ബാധിക്കും. ആ രീതി വേണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനായിട്ട് പോകും. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സോ അതുകൂടെ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മാക്ലഫെട്ടിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാക്ലഫെട്ടിയുടെ കേസിൽ ഏത് പൊസിഷനിൽ നിന്നാണ് നടക്കുന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഏത് പൊസിഷൻ ആയിരിക്കും? ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ബീറ്റ. ഏതായിരിക്കും? സി ആയിരിക്കും അല്ലെ? സി ആയിരിക്കും. മാക്ലഫെട്ടി റീഅറേഞ്ച്മെന്റ് ഏത് പൊസിഷനിൽ നിന്നുള്ളതാണ്? ഓക്കെ, സി ആണ് അതിന്റെ ആൻസർ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. C13 NMR, the carbon of an ester typically. കാർബണിനകത്തെ ആ ഒരു എസ്റ്ററിന്റെ വാല്യൂ ഏത് റേഞ്ചിലാണ് വരാനായിട്ട് പോകാന്നുള്ളതാണ്. 110 to 140, 190 to 220, 20 to 50, 160 to 180. നിങ്ങൾക്ക് എന്തായാലും അറിയാം 20 to 50, 110 to 140 ഒന്നും വരാനായിട്ട് പോകുന്നില്ല. പിന്നെ പോയിട്ട് 2 റീജിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഏതാന്നുള്ളതാണ് നമുക്ക് ചോദ്യം. പറയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ഐഡിയ തരാം. നോ ഐഡിയ. നല്ല കാര്യം. ഐഡിയ ഇല്ലാതെ നമ്മൾ കറക്കി കുത്തരുത്. എന്ത് വേണം? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്കി കുത്തി കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ച് ചെയ്തില്ല, തെറ്റിപ്പോ. sp3 കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഹാവിങ് നോ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂന്റ് ആണെന്നുണ്ടെങ്കിൽ, ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 തൊട്ട് 40 ppm വരെയാണ് വരാനായിട്ട് പോവുക. ദെൻ sp3 വിത്ത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ വാല്യൂ എന്ന് പറയുന്നത് 40 to 80 ppm വരാനായിട്ട് പോവുക. ദെൻ കാർബൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ വരാനായിട്ട് പോകുന്നത് 80 തൊട്ട് 115 ppm വരെയാണ് വരാനായിട്ട് പോവുക. sp2 കാർബൺ ആണെങ്കിൽ അത് അരോമാറ്റിക് ആകാം, അല്ലാതെ നോർമലി ഉള്ള നമ്മുടെ C ആകാം, അരോമാറ്റിക് ആയിട്ടുള്ള കാർബൺ ആകാം. ഇതിന്റെ ഒരു കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 തൊട്ട് 150 ppm വരെയാണ് അതിന്റെ വാല്യൂ വരാനായിട്ട് പോവുക. ഓക്കെ, ഇനി കാർബണിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഒരു 150 തൊട്ട് 220 ppm വരെയാണ് വരാനായിട്ട് പോകുക. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട്, ഇത് ജനറൽ ആയിട്ടുള്ള ഓർഡർ ആണ്, ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എസ്റ്ററിനെയാണ് ചോദിച്ചിരിക്കുന്നത്. എസ്റ്ററിന്റെ കേസിൽ 160 തൊട്ട് 185 വരെയാണ് വരാനായിട്ട്. ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് വരാനായിട്ട് പോകാം. സോ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾ ഈ ഒരു ഡാറ്റ നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൽക്കീന്റെ ഓരോ കേസ് CH3 CH2 ഓരോന്നിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്വാട്ടർണറി വരുന്ന കേസിൽ എന്താണ്, ഇലക്ട്രോനെഗറ്റീവ് ആറ്റം വരുന്ന കേസിൽ എന്താണ്, വിത്ത് അറ്റാച്ച്ഡ് ടു ആണെങ്കിൽ നമുക്കറിയാം ഞാൻ പറഞ്ഞ റേഞ്ചിലാണ് വരാനായിട്ട് പോവുക. ഇനി ആൽക്കഹോൾ ആണെങ്കിൽ ഏത് റേഞ്ചിലാണ്, അസറ്റൈൽ ഏത് റേഞ്ചിലാണ്, ദെൻ ആൽക്കീന് അരോമാറ്റിക് സിസ്റ്റം ഏത് റേഞ്ചിലാണ്. ദെൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതാണ്. കാർബൺ റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക 160 to 185. അതായത് കാർബോക്സിലിക് ആസിഡും എസ്റ്ററും ഒക്കെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ 180 വരെയുള്ള റേഞ്ചിലാണ് സാധാരണ വരാനായിട്ട് പോവുക. ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവർ രണ്ടുപേരും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തെറ്റിപ്പോവാം. നമ്മൾ ഈ റേഞ്ച് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എപ്പോഴും ഓർത്തിരിക്കുക 180 കൂടുതൽ വരുന്ന ആർക്കൊക്കെയാണ്, 185 കൂടുതൽ വരുന്നത് ആൽഡിഹൈഡും കീറ്റോണും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ആൽഡിഹൈഡിന്റെ കേസിൽ 190 തൊട്ട് 205 ആണ്, കീറ്റോണിന്റെ കേസിൽ 205 തൊട്ട് അല്ല 220 വരെ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ വരാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ആ ഒരു 160 ടു 160 മുകളിലായിരിക്കും, 160 ടു ഒരു 185 180 ആ റേഞ്ചിലായിരിക്കും വരാനായിട്ട് പോകും.
ഓക്കെ. സോ ഞാൻ പറഞ്ഞു നിങ്ങൾ റെഫറൻസ് ബുക്കുമായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ബട്ട് ഈ റേഞ്ചിലാണ് വരാനായിട്ട് പോവുക. ഇത് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് കാർബണിന്റെ കേസിൽ നിങ്ങളോട് വാല്യൂ ചോദിക്കുമെങ്കിൽ ഈ കാർബണിലെ മാത്രമേ ചോദിക്കത്തുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായത് അത് ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇത് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർമലി നമ്മളൊരു ജനറൽ വാല്യൂ മാത്രമേ പഠിച്ചു നോക്കത്തുള്ളൂ. ബട്ട് ഓരോ ഫംഗ്ഷൻ ഗ്രൂപ്പിനെയും കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ വേണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യാം. പാബിക്കകത്തും കൊടുത്തിട്ടുണ്ട്. പാബിയുടെ ടേബിൾ അല്ല ഇത്, പക്ഷെ ഞാൻ പാബിയെ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ.